ഓം അഗ്രേ കൃത്വാ കമപി ചരണം ജാനുനൈകേന തിഷ്ഠൻ പശ്ചാത്പാർത്ഥം പ്രണയവിവശേ നാലമഷ്ണേ ക്ഷമാണാം സർവേ തോത്രം കരസരസിജേ ദക്ഷിണേ ജ്ഞാനമുദ്ര മാഭിഭ്രാണോ രഥമധിവസൻ പാതുനസുതവേഷ. ഹരേ ശരണമയ്യപ്പ. സർവം കൃഷ്ണാർപ്പണമസ്തു. എല്ലാ ശ്രീകൃഷ്ണ ഭക്തന്മാർക്കും എല്ലാ ഗുരുവായൂരപ്പ ഭക്തന്മാർക്കും ഗുരുവായൂർ ഏകാദശി ഗീതാ മാതാജി ജയന്തി ആശംസകൾ. വളരെ 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 സ്നേഹത്തോടും അത്യാനന്ദത്തോടും കൂടി ഗീതാ ജയന്തി ഗുരുവായൂർ ഏകാദശി ജയന്തിയായി ആഘോഷിക്കുകയാണ്. ഹൈന്ദവ സംസ്കൃതിയിൽ ആഘോഷങ്ങളുടെയും ഉത്സവങ്ങളുടെയും ഒരു പെരുമഴ നമ്മുടെ ജീവിതത്തെ ഉയർത്തുന്നു. അതാണ് സദാശിവ സമാരംഭം ശങ്കരാചാര്യ മധ്യമം അസ്മദാത ആചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. സദാശിവനിൽ തുടങ്ങി ശങ്കരാചാര്യരിലെത്തി, സ്വാമി തപോവനാനന്ദിലെത്തി, സ്വാമി ചിന്മയാനന്ദ മഹാരാജിലെത്തി, അദ്ദേഹത്തിൻ്റെ പ്രിയ ശിഷ്യനായ അസ്മദാചാര്യ പര്യന്താം സ്വാമി സത്യാനന്ദ സരസ്വതി തിരുവടികളെ സംപൂജ്യ ഗുരുദേവിൻ്റെ തൃപ്പാദങ്ങളിൽ കോടി കോടി പ്രണാമം. ആ എൻ്റെ ഗുരുവായ സ്വാമി സത്യാനന്ദ സരസ്വതി തിരുവടികൾ, അദ്ദേഹത്തിൻ്റെ ഗുരുവാണ് സ്വാമി ചിന്മയാനന്ദ മഹാരാജ്. ചിന്മയാനന്ദ മഹാരാജിൻ്റെ ഗുരുവാണ് നമ്മുടെ മലയാളികളുടെ അഹങ്കാരമായ പാലക്കാട്ട് ജനിച്ചു വളർന്ന ഹിമവൽ ശൃംഖങ്ങൾ കീഴടക്കിയ മഹാജ്ഞാനിയും ഉത്തരകാശിയിലെ സഹസ്രകോടി സൂര്യ തുല്യം ജ്വലിക്കുകയും ചെയ്ത സ്വാമി തപോവനാനന്ദ ജയന്തി കൂടെയാണ്. ഇതെല്ലാം കൂടി കോർത്തിണക്കുമ്പോഴാണ് എൻ്റെ ജീവിതത്തിൻ്റെ മാധുര്യത്തിൻ്റെ അസുലഭ നിമിഷങ്ങളായി മാറുന്നത്. ഏതായാലും ഏകാദശി വ്രതം ഈ വർഷം നമുക്ക് ഒരു ചെറിയ മാറ്റത്തോടു കൂടി ആഘോഷിക്കാം. കാരണം സാധാരണ നമ്മൾ ഏകാദശി വ്രതം അരി ചോറൊഴികെ ബാക്കിയൊക്കെ രാവിലെ മുതൽ വൈകുന്നേരം വരെ 100,000 പുഴുക്കുകൾ കഴിച്ചുകൊണ്ട് ഗ്യാസ് ട്രബിളാക്കി മാറ്റുന്ന ഒരു അനാചാരമാണെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഈ വ്രതം എന്നുള്ളത് കൊണ്ട് തന്നെ വേറെ ഒന്നുമില്ല. ശ്രദ്ധിക്കണം, ഈ ഏകാദശി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 11 എന്നാണ് അതിൻ്റെ അർത്ഥം. ഏകാദശി 11. അപ്പോൾ ഗുരുവായൂർ ഏകാദശി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുരുവായൂരപ്പനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു 11. അതെന്താണ്? അത് മറ്റൊന്നുമല്ല കുരുക്ഷേത്ര യുദ്ധ മധ്യത്തിങ്കൽ തളർന്ന് തകർന്ന് തരിപ്പണമായ അർജുനന് ഭഗവാൻ ശ്രീമദ് ഭഗവത്ഗീത എന്ന അപ്ലൈഡ് സയൻറ്റിഫിക് സയൻസ് ഉപദേശിച്ച പുണ്യതരമായ ശുഭ മുഹൂർത്തമാണ് ഇന്നത്തെ ഈ ശുഭ മുഹൂർത്തം. ആ ശുഭ മുഹൂർത്തത്തിൽ അപ്പോൾ ഈ സബ്ജക്റ്റിനകത്തോട്ട് വരാം. ഈ ഏകാദശി എന്ന് പറഞ്ഞാൽ 11 അത്രയേ ഉള്ളൂ. എന്താണ്? പഞ്ചകർമ്മേന്ദ്രിയങ്ങളും പഞ്ച ജ്ഞാനേന്ദ്രിയങ്ങളും
പിന്നെ ആ ഒന്നുണ്ടല്ല, അത് മനസ്സ്, ബുദ്ധി, അഹങ്കർത്തൃത്വം, അഹങ്കാരം. ഇവ 11 കൂടിച്ചേരുമ്പോഴാണ് ആ അനുഭൂതിയിലകത്തോട്ട് നമുക്ക് ഉയരാൻ സാധിക്കുന്നത്. അപ്പോൾ ഏകാദശി വ്രതമെന്ന് ധാരാളം മൂക്കറ്റം ഗോതമ്പ്, പുഴുക്ക്, പഴം, പാല്, അതും ഇതും തിന്ന് തീർത്ത് ഗ്യാസിനോട് യുദ്ധം ചെയ്യുന്നതല്ല ഏകാദശി. മറിച്ച് ഈ പഞ്ചേന്ദ്രിയങ്ങൾ, പഞ്ചജ്ഞാനേന്ദ്രിയങ്ങളും പഞ്ചകർമ്മേന്ദ്രിയങ്ങളും പഞ്ച അഗ്നികളെ, പഞ്ചപ്രാണനെയും നിയന്ത്രിക്കുക. ഇതുവഴി മനസ്സ്, ബുദ്ധി, അഹങ്കാരം ഇവ ഇങ്ങനെ 11 കൂടിച്ചേരുകയാണ് ഏകാദശി. ഇത് കൃത്യമായിട്ട് പറയുന്നുണ്ടെങ്കിൽ ഒരു ബ്രെയിൻ ഷാർപ്പനിങ് പ്രോഗ്രാമാണ്. അത് കൃത്യമായിട്ട് മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ ഭഗവാൻ പൂർണ്ണാവതാരം എടുത്തിട്ട് ഭഗവത്ഗീതയിൽ പറഞ്ഞു, വ്യവസായാത്മിക ബുദ്ധി ഏകഹ കുരുനന്ദന. ഷാർപ്പ് ചെയ്യാൻ മനസ്സിനെയും ബുദ്ധിയെയും സർവേന്ദ്രിയങ്ങളെയും ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളെയും ഷാർപ്പ് ചെയ്ത് നമ്മുടെ ജീവിതത്തെ വിജയപ്രദമാക്കാൻ നാം അനുഷ്ഠിക്കേണ്ടതാണ് ഏകാദശി വ്രതം. അത് ഗുരുവായൂരുമായി ബന്ധപ്പെടുമ്പോഴാണ് അത് ഗുരുവായൂർ ഏകാദശിയായി മാറുക. അതിന് ഇപ്പം മലയാളികളായ നമ്മുടെ സ്വഭാവം, എൻ്റെ ഭാര്യ, എൻ്റെ മക്കളെ, എൻ്റെ ജോലി, എൻ്റെ സമ്പത്ത്, എൻ്റെ ശരീരം. ഇതിനോടൊക്കെയാണ് ആധുനിക മലയാളിക്ക് അമിത ആസക്തി. അമിത ആസക്തി. സത്യം പറയാല, ഈ അമിതാസക്തിയാണ് ലൈംഗിക ആസക്തി പറയും, മദ്യ ആസക്തി എന്ന് പറയും. പിന്നെ ഈ ശവം പുഴുങ്ങി തിന്നൂലേ, അതിനോട് ആസക്തി എന്ന് പറയും. പിന്നെ ഭാഗവതം പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഗൃഹാന്ധകൂപം. ഗോപികുമാര കൃഷ്ണനോട് പറഞ്ഞതാണ്, ഞാൻ പറഞ്ഞതല്ല കേട്ടോ. ഗൃഹാന്ധകൂപം. അപ്പോൾ ഈ ഗൃഹാന്ധകൂപത്തിലൂടെ അമിതമായ ആസക്തി, ഇതിനെ ഉപേക്ഷിച്ച് ഗുരുവായൂരപ്പനിലോട്ട് വരാനാണ് ഭഗവാൻ ഗുരുവായൂരപ്പൻ പറയുന്നത്. എന്താണെന്നറിയോ? മൈ ആസക്തമന പാർത്ഥ, നിന്റെ ആസക്തി നീ എന്നിലോട്ട് തിരിച്ചു വിടൂ. ഗുരുവായൂരപ്പനോട്ട് ഒരു മനുഷ്യൻ്റെ ആസക്തി തിരിച്ചു വിട്ട് കഴിഞ്ഞാൽ പിന്നെ സച്ചിദാനന്ദ സമുദ്രമല്ലേ ആ ജീവിതം. അപ്പം ശ്രദ്ധിക്കണം. ഇനി കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ രാഘവ ശ്രദ്ധിക്കണം, തല പോകും കൃഷ്ണ, തല പോകും. നിന്റെ കൂട്ടത്തിൽ വെറും 7 അക്ഷോഹിണിപ്പടയേ ഉള്ളൂ. അപ്പുറത്താണെങ്കിൽ 11 അക്ഷോഹിണിപ്പടയുണ്ട്. 11 അക്ഷോഹിണിപ്പടയെയും നീ ഒരു കൈത്തോക്ക് പോലും ഇല്ല, ഒരു പിച്ചാത്തി പോലും ഇല്ലാതെയാണ് നീ യുദ്ധത്തിന് അഭിമുഖീകരിക്കുന്നത് കൃഷ്ണ. അപ്പോൾ തല പോവും. ബി കെയർഫുൾ, ബി അലേർട്ട്. അപ്പോൾ കൃഷ്ണൻ ഇവിടെ മുമ്പിലിരുന്നു കൊണ്ട് 7 അക്ഷോഹിണിപ്പടയെയും വിജയിപ്പിക്കാൻ ഒരു പ്ലാൻ ചെയ്യുകയാണ്. എപ്പോൾ? ഇവിടെ വെച്ച്? ഈ കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ വെച്ച്. അവിടെ തളർന്നു കിടക്കുന്ന അർജുനനോട് ഭഗവാൻ മുത്തരത്നാദികളാകുന്ന 700 ശ്ലോകത്തിൻ്റെ ഹാരമണിയിക്കുന്നതാണ് ഭഗവത്ഗീത. ഈ ശുഭമുഹൂർത്തമാണ് നമ്മുടെ മലയാളികളുടെ അഹങ്കാരമായ ഗുരുവായൂർ ഏകാദശിയായെന്ന് വന്നിട്ടുള്ളത്. ഇനി ശങ്കരാചാര്യം, ശങ്കരൻ ആദിശങ്കരനായിട്ട് പരമേശ്വരൻ തന്നെ വൈക്കത്തപ്പനായി ശങ്കരാചാര്യനായി ഇവിടെ അവതരിച്ച് ആ ദിഗ്വിജയത്തിൽ, ഇതേ മുഹൂർത്തത്തിൽ, ഇതേ നിമിഷം, ഇതേ ഏകാദശി നാളിൽ ഈ ഗുരുവായൂരിൽ വരുന്നു. ഈ ഗുരുവായൂരിൽ വന്ന് അവിടെ പൂജാവിധികളും അതുപോലുള്ള മറ്റ് കാര്യങ്ങളും അദ്ദേഹം വിധിക്കുന്നു. ഇതാണ് അപ്പോഴത് പറഞ്ഞു, ഈ ഗുരുവായൂർ ഏകാദശിയുടെ മഹാത്മ്യം ഇന്നതുപോലെയാണ്. കാരണം ശ്രീശങ്കര ഭഗവത്പാദര് ഭാഷ്യം തന്ന് അനുഗ്രഹിച്ച ഭഗവത്ഗീതയാണ് നമ്മളൊക്കെ ജീവിതത്തിൽ ഫോളോ ചെയ്യുന്നത്. നമ്മുടെയൊക്കെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുകയും അമ്മയെയും പെങ്ങളെയും തിരിച്ചറിയുകയും അവനവനിൽ നിക്ഷിപ്തമായ ധർമ്മം ആചരിക്കാൻ നമ്മളെ
പ്രേരിപ്പിക്കുകയും അച്ഛൻ്റെ മാഹാത്മ്യവും അമ്മയുടെ പുണ്യമായ ഈ രാഷ്ട്രത്തിൻ്റെ മഹനീയതയും ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ വളർത്തിയെടുക്കുന്നത് ഈ ശ്രീശങ്കര ഭഗവത്പാദരുടെ ഭഗവത്ഗീത ഭാഷ്യം പഠിച്ചതുകൊണ്ടാണ്. അതുകൊണ്ട് ഭഗവത്ഗീതയ്ക്ക് 18 അധ്യായങ്ങൾ ഉണ്ടായതുകൊണ്ട് ശങ്കരാചാര്യർ പറയുന്നു ഈ ഗുരുവായൂർ ഏകാദശിയായെന്ന് ഈ ഭഗവത്ഗീത ജയന്തിയായെന്ന് ഒരു 18 പൂജകൾ ഒരുമിച്ച് നടത്തണം. ഇതാണ് എന്ത്? ഉദയാസ്തമന പൂജ. ഈ ഉദയാസ്തമന പൂജ അത് ഏകദേശം ഒരു 50 മണിക്കൂറോളം അന്ന് തുടർച്ചയായിട്ട് നട തുറക്കും. ലോകത്തിലെ ഒരു ക്ഷേത്രത്തിൽ ആകെ ഇന്നത്തെ ദിവസം ഗുരുവായൂർ മാത്രമേ ഈ ഒരു 50 മണിക്കൂർ തുടർച്ചയായിട്ട് നട തുറക്കുള്ളൂ. ഇതിൻ്റെ ഇടയിലാണ് ഈ പൂജ ഏകദേശം ഒരു 3-4 മണിക്കൂർ. ഏതായാലും ശരി ആ ഗുരുവായൂർ ഏകാദശിക്ക് രാവിലെ മേശാന്തി വന്ന് നട തുറക്കുന്നൊരു രംഗമുണ്ട്. അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഒരു 18-20 തരം കറികളും കൂട്ടി ഒരു സദ്യ കഴിച്ച അനുഭൂതിയാണ്, ഒരു ഷോക്കടിച്ച അനുഭൂതിയാണ്, ഒരു ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന അനുഭൂതിയാണ്. വേദ പശ്ചാത്തലത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ആ നിർമാല്യ ദർശനം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിർമാല്യ ദർശനം ഗുരുവായൂർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ശ്രീമദ് ഭഗവത്ഗീതയിൽ കൃഷ്ണൻ എഴുതി വെച്ച വ്യാസഭഗവത്പാദ വിരചിതമായ ശിവൻ്റെയും പാർവതിയുടെയും അരുമ സന്തതിയായ ഗണപതി ഭഗവാൻ എഴുതിയ ഭഗവത്ഗീത. മുൻ ശബരിമല മേശാന്തിയും കൃഷ്ണ യജുർവേദ പണ്ഡിതനും ഭാഗവതോത്തമൻ ഭഗവത്ഗീത ആചാര്യനുമായ ശംഭുവാധ്യാരുടെ മകൻ മണികണ്ഠൻ പറഞ്ഞത് അല്ല, മറിച്ച് ഞാൻ എഴുതിയത് അല്ല, മറിച്ച് ഗണപതി ഭഗവാൻ എഴുതിയ ഈ ഭഗവത്ഗീതയിലെ 11ാമത്തെ അധ്യായമാണ് എന്ത് പറയൂ? വിശ്വരൂപ ദർശന യോഗം. ഈ വിശ്വരൂപ ദർശനമാണ് നിർമാല്യത്തിന് ശ്രീശങ്കര ഭഗവത്പാദര് ഗുരുവായൂരിൽ കണ്ടത്. പശ്യന്തി വിശ്വേശ്വര വിശ്വരൂപം. എന്താണ് പശ്യന്തി വിശ്വേശ്വര? ഇതൊരു കളവല്ല, ഇതൊരു ചരിത്രമല്ല, ഇതൊരു തട്ടിപ്പല്ല, ഇതൊരു വെട്ടിപ്പല്ല, ഇത് അന്ധവിശ്വാസവും അനാചാരവുമല്ല, മറിച്ച് കണ്ട കാര്യമാണ്. പശ്യന്തി, ഫുൾ സ്റ്റോപ്പ് ഇട്ടു അവിടെ. ഞാൻ കണ്ടു. പശ്യന്തി വിശ്വേശ്വര വിശ്വരൂപം. ഗുരുവായൂരപ്പൻ ആരാണെന്ന് ചോദിച്ചാൽ ഈ നിമിഷം മുതൽ മരിക്കുന്നവരെ നമ്മൾ ഫോളോ ചെയ്യണം. എന്ത്? പശ്യന്തി വിശ്വേശ്വര വിശ്വരൂപം. അവിടെ വെച്ചിട്ട് ശങ്കരാചാര്യർ ആ ഗുരുവായൂർ ശ്രീലകത്ത് നോക്കിക്കൊണ്ട് ആ വിശ്വരൂപം മുഴുവൻ ശ്രീലകത്ത് തിളങ്ങി കണ്ടു കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരൻ അവിടെ ഇരിക്കുന്ന കുറച്ച് ആൾക്കാർ വിളിച്ചിട്ട് പറഞ്ഞു, എല്ലാവരും ഇങ്ങോട്ട് എന്താ ഗുരു? അപ്പോൾ ആണ് ഭജഗോവിന്ദത്തിലെ 2-3 ശ്ലോകങ്ങളും അദ്ദേഹം ചൊല്ലുന്നു. ഞാൻ അന്നേരം അവിടെ ഉണ്ടായിരുന്നു. ഭഗവദ്ഗീത കിഞ്ചിതധീത ഗംഗാജലലവ കണികാപീത. ദുഃഖദുരിതപൂരിതമായ നിന്റെ ജീവിതം, നാശത്തിൻ്റെ പടുകുഴിയിൽ വീണിരിക്കുന്ന, ഗൃഹാന്തകൂപത്തിൽ വീണ് വറചട്ടിയിൽ വീണിരിക്കുന്ന നിന്റെ ജീവിതം ഭഗവത്ഗീത കിഞ്ചിത ധീത. എന്താണ്? ഭഗവത്ഗീതയിലെ ഒരു മന്ത്രം അല്ലെങ്കിൽ ഒരു ശ്ലോകം അല്ലെങ്കിൽ ഒരു വാക്ക് നീ നിന്റെ ബുദ്ധിയിൽ ഇംപ്ലിമെൻ്റ് ചെയ്യൂ എന്നുള്ളതാണ് ശങ്കരാചാര്യ ഭഗവത്ഗീതയിൽ പറയുന്നത്. ആ പുള്ളിക്കാരൻ റിപ്പീറ്റ് ചെയ്യാത്തൊരു ആചാര്യനാണ്. പക്ഷേ ഇവിടെ വീണ്ടും പുള്ളിക്കാരൻ റിപ്പീറ്റ് ചെയ്യുന്നു. ഗേയം ഗീത നാമസഹസ്രം ധ്യേയം ശ്രീപതി രൂപമജസ്രം. ധ്യേയം ഗീത നാമസഹസ്രം. ദിവസേന ചായ കുടിക്കുന്നത് പോലെ, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് പോലെ, ലഞ്ച് കഴിക്കുന്നത് പോലെ, ഡിന്നർ കഴിക്കുന്നത് പോലെ, ബ്രീത്തിങ് കഴിക്കുന്നത് പോലെ ഭഗവത്ഗീത ഉപാസന ചെയ്യണം എന്നുള്ളതാണ് അസ്മദാചാര്യപര്യന്തം ശങ്കരാചാര്യർ ഇവിടെ പറയുന്നത്. ഗേയം ഗീത, ഒപ്പം എന്ത് വേണം? നാമസഹസ്രം. ഗുരുവായൂരപ്പൻ്റെ വിഷ്ണു സഹസ്രനാമം എല്ലാ ദിവസവും ചൊല്ലണം. അതെന്തിനാ തിരുമേനി ചൊല്ലുന്നത്? സർവപ്രഹരണായുധ. ശരശയ്യയിൽ കടന്നുകൊണ്ട് ഭീഷ്മ പിതാമഹര് യുധിഷ്ഠിരനോട് പറയുന്നതാണ്,
തൻ്റെ ജീവിത പ്രശ്നങ്ങൾ എല്ലാത്തിനും ഫുൾ സ്റ്റോപ്പിന് വിഷ്ണു സഹസ്രനാമം ചുമ്മാ ഒന്ന് കേട്ടേച്ചാൽ മതി. അപ്പോൾ രാവിലെ ബ്രാഹ്മ്യ മുഹൂർത്തത്തിൽ എഴുന്നേറ്റ് വിഷ്ണു സഹസ്രനാമം ഞാൻ ചൊല്ലണം, എൻ്റെ ഭാര്യയെ ചൊല്ലിക്കണം, എൻ്റെ അമ്മയോട് പറയണം, എൻ്റെ അച്ഛനോട് പറയണം, എൻ്റെ മക്കളെ പഠിപ്പിക്കണം. കാരണം ശങ്കരാചാര്യർ ഭജഗോവിന്ദത്ത് പറഞ്ഞു, ഗേയം ഗീത നാമസഹസ്രം, ഗേയം ശ്രീപതി രൂപ മജസ്രം, ഒരിക്കലും ജനിക്കാത്ത അജോനിത്യ ശാശ്വതോയം പുരാണ ന ഹന്യതേ ഹന്യമാനേ ശരീരേ. അങ്ങനെയുള്ള അതാണ് ഗുരുവായൂരപ്പൻ. അപ്പോൾ ആ ഗുരുവായൂരപ്പനെ നമ്മൾ എന്ത് ചെയ്യണം? ശ്രീപതി സർവസമ്പത്തിൻ്റെയും അധിപനായി കണ്ട് ഉപാസന ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ദാരിദ്ര്യ ദുഃഖമെന്ന ദുഃഖമുണ്ടാകില്ല എന്ന് മാത്രമല്ല സർവസമ്പത്തുകളും ഉണ്ടാകും. ഇനി ഞാനിതിനിടെ ഗുരുവായൂരപ്പനോട് കണ്ടപ്പോൾ ചോദിച്ചൊരു കാര്യമുണ്ട്. അല്ല ഗുരുവായൂരപ്പ, ഭാഗവതം 18 അധ്യായങ്ങളുള്ള ശ്രീമദ് ഭഗവത്ഗീതയുടെ വികസിത രൂപമാണ് 18,000 ശ്ലോകങ്ങളും 12 സ്കന്ധങ്ങളുമുള്ള ശ്രീമദ് ഭാഗവതം. അതൊന്നും കൂടെ വൈഡ് ചെയ്തിട്ട് ഭാഗവതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു ഊർജ്ജമാണ്, ഒരു ഉന്മേഷമാണ്, ഒരു ഉണർവാണ്. കാരണം എൻ്റെ കുട്ടിക്കാലത്ത് ഭാഗവതം എന്ന് പറഞ്ഞാൽ എനിക്ക് ആപ്പിളാണ്. കാരണം എൻ്റെ അച്ഛൻ സപ്താഹത്തിന് പോകും, അപ്പോൾ അവിടെ ദക്ഷിണ കിട്ടും, അവസാനത്തെ ദിവസം ആപ്പിൾ കൊണ്ടുവരും. അപ്പോൾ ഭാഗവതം എന്ന് പറഞ്ഞാൽ എനിക്ക് എന്താണ്? ആപ്പിളാണ്. മുന്തിരി ഉണ്ടാവും. അപ്പോൾ ഭാഗവതം എന്ന് പറഞ്ഞാൽ എനിക്ക് മുന്തിരിയാണ്. അപ്പോൾ അവിടെ നിന്ന് പല സാധനങ്ങൾ ഞം കൊണ്ടുവരും എൻ്റെ അച്ഛൻ. അപ്പോൾ എൻ്റെ സർവ്വ സ്വപ്നങ്ങളും ഭാഗവതമാണ്. കാരണം ഇതുവഴി എനിക്ക് തിന്നാൻ കിട്ടും. പിന്നീട് ഈ ഭാഗവതം അതെൻ്റെ അന്ന് ശരീരത്തെ വികസിപ്പിച്ചുവെങ്കിൽ പിന്നീട് എൻ്റെ മനസ്സിനെ വികസിപ്പിച്ചു. ശ്രദ്ധിക്കൂ 18,000 ശ്ലോകങ്ങളുള്ള ഭാഗവതത്തിൽ, 12 സ്കന്ധങ്ങളുള്ള ഭാഗവതത്തിൽ ഭഗവാൻ കൃഷ്ണൻ എന്താ പറയുന്നത് അറിയാവോ? ഞാൻ പറഞ്ഞു തരാം. ഭഗവാൻ കൃഷ്ണൻ പറയുന്നു, എല്ലാവരും കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ എല്ലാവരും തകർന്ന് തരിപ്പണമായി നശിച്ച് എല്ലാവരും ചത്ത് അവസാനം പാണ്ഡവരിൽ എല്ലാവരും കരഞ്ഞു. കാരണം എന്നെ കൊച്ചച്ഛനെ കൊന്നു, അമ്മാവനെ കൊന്നു, വല്യച്ഛനെ കൊന്നു, അവരെ കളിയനെ കൊന്ന കാര്യം പറഞ്ഞ് എല്ലാവരും കരയുന്നുണ്ട്. എല്ലാവരും കരയുമ്പോൾ പുഞ്ചിരി തൂക്കിക്കൊണ്ട് ഒരാളാണ് നിൽക്കുന്നത്. ഇനി ഒരു സത്യം പറയാം, ഞാൻ പറഞ്ഞു നാടും പറയാം കേട്ടോ. കൃഷ്ണൻ അങ്ങയുടെ ശരീരം ഉപേക്ഷിച്ചു. ഇതറിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു നാടും പറഞ്ഞു കേട്ടോ. ഇതറിഞ്ഞിട്ട് ഗുരുവായൂരപ്പൻ്റെ അച്ഛനും അമ്മയും ദേവകി വസുദേവർ എന്ത് ചെയ്തു? ഞാൻ പറഞ്ഞെന്ന് പറയരുത് കേട്ടോ, ഭാഗവത്ത് നോക്കി പഠിച്ചിട്ട് പറഞ്ഞാൽ മതി. ആത്മഹത്യ ചെയ്തു. 8 ഭാര്യമാരും കൃഷ്ണൻ്റെ 8 ഭാര്യമാരും ഈ അഗ്നിയിൽ പ്രവേശിച്ചു. മീൻസ് പച്ച മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ആത്മഹത്യ ചെയ്തു. ഇങ്ങനെയുള്ള അറ്റ്മോസ്ഫിയറിൽ തകരാത്ത ഒരു വ്യക്തിയെ നമുക്കവിടെ കാണാൻ സാധിക്കും. അതാരാന്നറിയാവോ? അവൻ്റെ പേരാണ് അർജുനൻ. അർജുന പ്രേയസഖ്യോ കൃഷ്ണസ്യ വിരഹാതുര ആത്മാനം ചാഭിജാതസ്യ കൃഷ്ണഗീതൈ സധൂക്തിഭി. മനസ്സിലായല്ലോ? അർജുന പ്രേയസഖ്യോ, തൻ്റെ സ്വന്തത്തെ സഹചാരിയും തൻ്റെ ബ്ലഡും തൻ്റെ രക്തവും തൻ്റെ ബന്ധുവും തൻ്റെ ആത്മാവും തൻ്റെ സർവസ്വവുമായ അർജുന പ്രേയസഖ്യോ കൃഷ്ണസ്യ വിരഹാതുര. കൃഷ്ണൻ സ്വധാമത്തിലേക്ക് എഴുന്നള്ളി. കൃഷ്ണസ്യ വിരഹാതുര ആത്മാനം ചാപിജാതസ്യ കൃഷ്ണഗീതൈ. ഇവിടെയാണ് ശ്രീമദ് ഭഗവത്ഗീതയുടെ പ്രസക്തി. കൃഷ്ണൻ മാത്രം തകർന്നില്ല. കാരണം കൃഷ്ണന് ഭഗവാൻ പറഞ്ഞു കൊടുത്ത് പഠിച്ച ഭഗവത്ഗീതയുണ്ട്. അതുകൊണ്ട് കൃഷ്ണൻ ശരീരം ഉപേക്ഷിച്ചപ്പോഴും തകരാത്ത വ്യക്തിത്വത്തിനുടമയായി അർജുനൻ നമ്മുടെ മുന്നിൽ വന്ന് നിന്ന് നമ്മോട് പറയുന്നു, മണികണ്ഠ ഭഗവത്ഗീത പഠിക്കൂ. ഇത് കേൾക്കുന്ന നിങ്ങൾ ഓരോ വ്യക്തിയും ഭഗവത്ഗീത പഠിക്കണം. നമ്മൾ ഭഗവത്ഗീത പഠിക്കണം. നമ്മളെ മക്കളെ പഠിപ്പിക്കണം. വരും തലമുറയെ പഠിപ്പിക്കണം. എന്തിനാ തിരുമേനി പഠിക്കുന്നതെന്ന ചോദ്യത്തിന് വളരെ വ്യക്തമായിട്ടുള്ള മറുപടി പറയുന്നത് എന്തിന്? എങ്ങനെ ജീവിതം കൊണ്ട് നടക്കണം. ഭഗവത്ഗീതയിലും ശ്രീമദ് ഭാഗവതത്തിലും മഹാഭാരതത്തിലും 4 വേദങ്ങളിലും 18
പുരാണങ്ങളിലും 18 ഉപപുരാണങ്ങളിലും ഒറ്റ സബ്ജക്റ്റാണ് ധർമ്മം, ധർമ്മം, ധർമ്മം. 4 പതിറ്റാണ്ട് കാലഘട്ടത്തിൽ വേദ ഉപാസനയുടെ പശ്ചാത്തലത്തിൽ പറയുകയാണ് എന്താണ് ഇതിനകത്തെ സബ്ജക്റ്റ്? ധർമ്മം. എന്താ തിരുമേനി ധർമ്മം? ധാരയതി ഇതി ധർമ്മം. നിർബന്ധമായിട്ട് നാം ജീവിതത്തിൽ അനുഷ്ഠിക്കേണ്ടത് എന്താണോ അതാണ് ധർമ്മം, അതാണ് ധർമ്മം. മനസ്സിലായോ? ഇല്ല. വീട്ടിൽ തൂണുണ്ടോ? തൂണ്. ആ തൂണിന് എന്താണ്? വീടിനെ നിലനിർത്തലാണ്. ഒരു തെങ്ങിൻ്റെ ധർമ്മം എന്താണ്? തേങ്ങ തരലാണ്. ഒരു പ്ലാവിൻ്റെ ധർമ്മം എന്താണ്? ചക്ക തരലാണ്. മാവിൻ്റെ ധർമ്മം എന്താണ്? മാങ്ങ തരലാണ്. അപ്പം എൻ്റെ ധർമ്മം, എൻ്റെ ധർമ്മം, എൻ്റെ ധർമ്മം, എൻ്റെ ധർമ്മം, നിങ്ങൾ ഓരോരുത്തരുടെയും ധർമ്മം, മാനവരാശിയുടെ ധർമ്മം. എന്താ തിരുമേനി ധർമ്മം? ഭഗവാൻ പറയുന്നു ഞാൻ എൻ്റെ അച്ഛൻ്റെ മകനാണ്, അപ്പോൾ പുത്രധർമ്മം. എൻ്റെ അമ്മയുടെ മകനാണ്, പുത്രധർമ്മം. പിന്നെ എൻ്റെ വൈഫിൻ്റെ ഹസ്ബൻഡാണ്, ഭർത്തൃധർമ്മം. എൻ്റെ മക്കളുടെ അച്ഛനാണ് ഞാൻ, അപ്പോൾ പിതൃധർമ്മം. പിന്നെ എൻ്റെ ആത്മസുഹൃത്തുക്കളുടെ സുഹൃത്താണ് ഞാൻ, അപ്പോൾ സുഹൃധർമ്മം. പിന്നെ എനിക്ക് ജനിച്ച്, ഞാനിവിടെ ജനിച്ച്, ഞാനിവിടെ വളർന്ന് എനിക്ക് മണ്ണോട് ജീവിക്കണം. അമൃതത്വത്തിൻ്റെ സന്തതിയായ ഞാൻ അമൃതത്വത്തിൽ നിന്നും ജനിച്ച് അമൃതത്വത്തിൽ വളർന്ന് അമൃതത്വത്തിലോട്ട് ലയിച്ചു ചേർന്ന് ഇവിടെ ഞാൻ ജനിച്ചു വളർന്ന് ഈ മണ്ണോട് ചേരുമ്പോൾ രാഷ്ട്രം ധാരയിതേ ധ്രുവം. എൻ്റെ രാഷ്ട്രത്തിനോട് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഉള്ളതുപോലെ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസുകളും ചെയ്യുന്ന പൗരധർമ്മം. ഇതാണ് ഹിന്ദു, ഇതാണ് ഹിന്ദു. ഈ ധർമാചരണമാണ് ശ്രീമദ് ഭഗവത്ഗീതയ്ക്ക് ഓരോ മനുഷ്യരാശിയെയും ഉയർത്താനുള്ളത്. അപ്പോൾ എന്ത് ചെയ്യണം എന്നറിയാവോ? അപ്പോൾ എന്ത് ചെയ്യണം? നമ്മുടെ ആ ഭാഗവത്തിൽ ആ യശോദാമ്മ ഒരു കയറെടുത്ത് കെട്ടുന്നില്ലേ കൃഷ്ണനാ? താമം കൊണ്ടമ്മ കെട്ടിയിട്ടു ദാമോദരനെന്നു ചൊല്ലിയിടുന്നു. അങ്ങനെയാണ് ദാമോദരൻ എന്ന് പേര് അരക്ക കിട്ടിയത്. ഈ ദേവകി മാതാവ് ഈ കൃഷ്ണനെ കെട്ടിയിട്ടു. വല്ല കാര്യമുണ്ടോ? ഒന്നുമില്ല. അപ്പോൾ ഞാനൊരു കാര്യം ചെയ്തു, ഈ കൃഷ്ണൻ അങ്ങനെ വിട്ടാൽ ശരിയാവില്ല. കാരണം എന്താണ്? കൃഷ്ണനെ വിട്ടാൽ ശരിയാക്കി വസുദേവ സുതം ദേവം കംസച്ചാണൂരമർദ്ദനം ദേവകീ പരമാനന്ദം. എന്താണ്? ദേവകിയുടെ പരമാനന്ദം. ദേവകീ പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരും. അതെ, കുളിക്കുന്ന പെണ്ണുങ്ങളെ സാരി എടുത്തിട്ട് ഒളിച്ചു, ആ കൃഷ്ണനല്ല ഇത്. പിന്നെ ആ ഓരോ വീട്ടിലും പോയി വെണ്ണ കെട്ടുന്ന ആ കൃഷ്ണനല്ല ഇത്. പിന്നെ കൃഷ്ണം വന്ദേ ജഗദ്ഗുരും, ജഗത്തിൻ്റെ ഗുരുവായി കൃഷ്ണൻ 700 ഡയമണ്ടുകൾ കോർത്ത മാല നമ്മുടെ ഓരോരുത്തരുടെയും കഴുത്തിലിടാൻ ഇട്ടിരിക്കുന്ന ഈ മാലയുണ്ട്. എന്ത്? ശ്രീമദ് ഭഗവത്ഗീത എന്ന് പറയുന്ന മാല കൊണ്ട്, 700 ഡയമണ്ടുകൾ നിറച്ച മാല കൊണ്ട് കൃഷ്ണനെ ഞാൻ കണ്ടു, കൃഷ്ണനെ ഞാൻ കണ്ടു, കൃഷ്ണനെ ഞാൻ കണ്ടു, പശ്യന്തി അനുഭവിച്ചു. എന്നിട്ട് അവൻ്റെ കാലിൽ ഞാൻ അങ്ങോട്ട് കെട്ടിയിട്ടു. 700 ഡയമണ്ടുള്ള കയറ കൊണ്ട് കൃഷ്ണനെ ഞാൻ കെട്ടിയിട്ടു. എന്നിട്ടോ 1000 നാമങ്ങളുള്ള വിഷ്ണു സഹസ്രനാമം കൊണ്ട് അരക്കും ഞാൻ അങ്ങോട്ട് കെട്ടിയിട്ടു. എന്നിട്ട് ഞാൻ പറഞ്ഞു, കൃഷ്ണ നീ ഗുരുവായൂരപ്പനാണ്, നീ ഗുരുവായൂരപ്പനാണ്, പിന്നെ ദേവകിയുടെ മകനാണ്, വസുദേവരമൻ. നിനക്ക് അത്ര ചങ്കൂറ്റുണ്ട് എന്നുണ്ടെങ്കിൽ ഇനി നീ എൻ്റെ ഹൃത്പുണ്ടരീകം പരമം വിശുദ്ധം. വേദങ്ങൾ പറയുന്നു ഹൃത്പുണ്ടരീകം. ഈ ഹൃദയ ഗുഹാക്ഷേത്രത്തിൽ ഞാൻ എഴുന്നു. ഇതാണ് ഭഗവത്ഗീത. ഈ ഭഗവത്ഗീതയിലെ 700 ശ്ലോകവും കൊണ്ട് ഭഗവാന്റെ കാലിലും കെട്ടി വിഷ്ണു സഹസ്രനാമം എന്ന 1000 നാമങ്ങളുണ്ട് ഭഗവാന്റെ അരക്കും കെട്ടി ഞാൻ എൻ്റെ ഹൃദയത്തിലിട്ടിരിക്കുക. ചങ്കൂറ്റുണ്ട് എന്നുണ്ടെങ്കിൽ ഗുരുവായൂരപ്പനെ ഒന്ന് ഇറങ്ങി നോക്ക്. അന്ന് ഞാൻ പറഞ്ഞു തരാം. ഒന്നിറങ്ങി. ഗുരുവായൂരപ്പനെ ഇന്നേവരാരും വെല്ലുവിളിച്ചിട്ടില്ല, ഞാൻ മാത്രമേ വെല്ലുവിളിച്ചിട്ടുള്ളൂ. ഞാനിത് തന്ത്രിയോടും വെല്ലുവിളിക്കാറുണ്ട്, ഞാനിത് മേശാന്തിയോടും ഞാൻ കൃഷ്ണനോട് തന്നെ നേരിട്ട് വെല്ലുവിളിച്ചു. കൃഷ്ണ കൃഷ്ണ പറ്റുന്നുണ്ടെങ്കിൽ എൻ്റെ ഹൃദയ ഗുഹാക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങി. കാരണം എനിക്ക് കൃഷ്ണനെ അറിയാം. ഇവിടെ ശ്രദ്ധിക്കൂ. പ്രതിജാനാഹി നമേ ഭക്ത പ്രണശ്യതി. എൻ്റെ ഭക്തൻ പതിച്ച് നശിക്കാൻ ഞാൻ ജീവനുണ്ടെങ്കിൽ അനുവദിക്കില്ല എന്നുള്ളതാണ് ഗുരുവായൂരപ്പൻ്റെ സത്യപ്രതിജ്ഞ. ഞാൻ ഈ സത്യപ്രതിജ്ഞ പഠിച്ചത് കാരണമാണ് കൃഷ്ണനോട് ഇത്ര വെല്ലുവിളിക്കാൻ കാരണം. പിന്നെ
എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞോമന മക്കളെ, നിങ്ങൾ ഈ ഒരു നിലവാരത്തിലേക്കൊന്നും നിങ്ങൾക്ക് ഉയരാൻ സാധിച്ചിട്ടില്ല എങ്കിലും നമ്മുടെ മേൽപ്പത്തൂര് ഭട്ടതിരിപ്പാട് നാരായണീയത്തിൽ അദ്ദേഹത്തിൻ്റെ വാദവ്യാധി കട്ടക്കായിട്ട് കത്തുന്ന്. കാലിലല്ല വാദം, എന്ത് കാലിലല്ല വാദം, പിന്നെ ഭട്ടതിരിപ്പാടിൻ്റെ ഹൃദയത്തിനാണ് നൊമ്പരം. അതുകൊണ്ട് അവിടെ ഇരുന്ന് 100 ദശകങ്ങളിലായിട്ട് നാരായണീയത്തിൽ കണ്ടു. പുള്ളിക്കാരൻ അവിടെ ഇരുന്നിട്ട് നോക്കുമ്പോൾ ശ്രീലകത്ത് കൃഷ്ണൻ. കളവല്ലേ, പിന്നെ എന്തിനാ കളവ് പറഞ്ഞിട്ട് ഇയാൾക്ക് എന്താ വില മലയാളി തട്ടിപ്പ് കിടന്ന് നടക്കുന്ന എന്തെങ്കിലും സമ്പത്തൊന്നും കിട്ടുമോ? ഒന്നും കിട്ടൂല. അയ്യോ തിരുമേനി, ഭട്ടതിരിപ്പാട് നാരായണീയത്തിൽ ഭട്ടതിരിപ്പാട് കൃഷ്ണനെ കണ്ടു. എന്നിട്ട് ദശകത്തിൽ 100-ാം ദശകത്തിൽ എഴുതി വെച്ചു, അഗ്രേ പശ്യാമി തേജോ നിബിഡതരകളായവലീലോഭനീയം പീയൂഷ പ്ലാവിതോഹം തദനു തതുതരേ ദിവ്യകൈശോരവേഷം താരുണ്യാരംഭരമ്യം പരമ രസ സുഖാസ്വാദ്യരോമഞ്ജിതംഗൈ രവീതം നാരദാദ്യൈ വിലസ സദുപനിഷസുന്ദരീ മണ്ഡലൈശ്ച. ഉപനിഷത്തുക്കളാകുന്ന സുന്ദരിമാരുടെ, അല്ലാതെ മറ്റേ തുണി, അയ്യേ കൃഷ്ണന കഷ്ടം. ആ കൃഷ്ണനല്ല ഇവിടെ. ഉപനിഷത്തുക്കളാകുന്ന സുന്ദരിമാരുടെ ഇടയിലാണ് ഗോപാലൻ പൊന്നോടക്കോടലും വിളിച്ചുകൊണ്ട് ഭട്ടതിരിപ്പാട് ഞാൻ കണ്ടു. ഈ നാരായണീയം പഠിക്കുന്ന നിങ്ങൾ ഓരോ വ്യക്തികൾക്കും ഈ 100-ാമത്തെ ദശകത്തിലെത്തുമ്പോൾ ഗുരുവായൂരപ്പനെ സ്വന്തം അന്തരാത്മാവായി കണ്ട് തിരിച്ചറിയാൻ പറ്റും. ഇതെന്താ പേന? തിരുമേനി ഇതെന്താ? പേന. ഈ പേന നിങ്ങൾ കാണുന്നത് പോലെ നാരായണീയം 100 ദശകം നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ ഇത് സ്വർണത്തിൻ്റെ പവിത്ര മോതിരാന്ന് പറയുന്നത് പോലെ ഗുരുവായൂരപ്പനെ അനുഭവിക്കാൻ പറ്റും എന്നുള്ളതാണ് ഗുരുവായൂരപ്പൻ അവിടെ പറഞ്ഞിട്ടുള്ള. ഗുരുവായൂരപ്പൻ ഭട്ടതിരിപ്പാട് അങ്ങനെ പറഞ്ഞു. ഇനി നമുക്കറിയാം, കുട്ടികൾക്ക് ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല, മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം പറയേണ്ട രീതിയിൽ. ആരാ ഇത് കണ്ടുപിടിച്ചത്? ഐൻസ്റ്റീൻ. കുട്ടികൾക്ക് എന്ത് പറഞ്ഞാലും അവർക്ക് ആൽബർട്ട് ഐൻസ്റ്റീൻ ഈ ഒരൊറ്റ ഇതേ ഉള്ളൂ. എന്താ കാരണം? കുട്ടികളെ സയൻസ് പറഞ്ഞിട്ട് അങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി. ശ്രീമദ് ഭാഗവത ശാസ്ത്രം, ഭഗവത്ഗീതാ ശാസ്ത്രം അവർക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നില്ല, അവരത് പഠിപ്പിക്കുന്നില്ല. നമ്മളെ അച്ഛനും അമ്മയും നമ്മളെ പഠിപ്പിക്കുന്നില്ല, നമ്മൾ പഠിക്കുന്നുമില്ല. അങ്ങനെ ഏവം പരമ്പര പ്രാപ്തം. ഒന്നും അറിയാതെ ശ്രീശങ്കര ഭഗവത്പാദർ യഥോ അന്ധേനൈവ യഥാന്ത അന്ധ പരമ്പരകളിലൂടെ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് പറയുന്നത്. ഏതായാലും ആൽബർട്ട് ഐൻസ്റ്റീൻ ഇവിടെ വന്ന് ഗുരുവായൂർ വന്ന് ഗുരുവായൂരപ്പനെയൊക്കെ കണ്ട് ദേശോപനിഷത്തുക്കളൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഉപനിഷത്ത് സുന്ദരി മണ്ഡലശ സർവവേദസാര സംഗ്രഹ സംഭൂതമാണ് ഭഗവത്ഗീത എന്നുള്ളതാണ് ശ്രീശങ്കര ഭാഷ്യത്തിൽ എഴുതി വച്ചിരിക്കുന്നത്. അപ്പോൾ ശ്രദ്ധിക്കണം, ഭഗവത്ഗീതയുടെ ഓരോ അധ്യായവും തീരുമ്പോഴും എന്താ പറയുന്നത്? ഇത് ശ്രീമദ് ഭഗവത്ഗീതാസു ഉപനിഷത്സു യോഗശാസ്ത്രേ ശ്രീകൃഷ്ണാർജുന സംവാദം എന്നുള്ളത് പറയുന്നുണ്ടല്ലോ. അപ്പോൾ ഇത് ശ്രീമദ് ഭഗവത്ഗീതാസു ഉപനിഷത്തു, ഇത് ഉപനിഷത്തുക്കളാണ്. സർവോപനിഷദോ ഗാവോ ദോഗ്ധാ ഗോപാലനന്ദന മധുസൂദനാനന്ദ സരസ്വതികളാണ് ഇതെഴുതിയത്. സർവ ഉപനിഷത്തുക്കളാകുന്ന പശുവിനെ കൃഷ്ണൻ നമുക്ക് കറന്ന് ആ പാല് ഉറയൊഴിച്ച് അദ്ദേഹം തന്നെ കടഞ്ഞ് വെണ്ണയാക്കി തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിന് തിന്നേച്ചാൽ മതി. ഈ ഉപനിഷത്തുക്കൾ എന്ന് പറയുമ്പോൾ 1180 ഉപനിഷത്തുക്കളാണ്. അതിനകത്ത് ദശോപനിഷത്തുക്കളാണ്. ശങ്കരാചാര്യർ ഈശ കേശ കഠ പ്രശ്ന മുണ്ടമാണ്ഡുക്യ ഐത്തിരി ഈ അഞ്ചജാന്തോക്യ ബൃഹദാരണ്യക ഈ ഇങ്ങനെയുള്ള 10 ഉപനിഷത്തുക്കളും കടഞ്ഞ ഈ ഭഗവത്ഗീത ആര് പഠിച്ചു? ആൽബർട്ട് ഐൻസ്റ്റീൻ പഠിച്ചു. ആൽബർട്ട് ഐൻസ്റ്റീൻ പഠിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞു, എൻ്റെ 40 വർഷം എനിക്ക് നഷ്ടപ്പെട്ടു, ഞാനൊരു കാര്യം ചെയ്യാം, ഒരു പുതിയ മതം രൂപീകരിക്കുന്നുണ്ട്. ആ മതത്തിൻ്റെ പേരാണ് കോസ്മിക് റിലീജിയൻ. വേറെ ഒന്നുമല്ല, നോൺ ബ്രേക്കബിൾ കോൺഷ്യസ്നസ്. നോൺ ബ്രേക്കബിൾ
കോൺഷ്യസ്നസ്. ഇതാണ് ഭഗവത്ഗീത, നമ്മളുടെ ശരീരത്തിലുള്ള കോസ്മിക് എനർജി. ഇത് മനസ്സിലാക്കിയത് ആൽബർട്ട് ഐൻസ്റ്റീൻ ഭഗവത്ഗീതയിലെ 11-ാം അധ്യായത്തിലെ വിശ്വരൂപ ദർശന യോഗം ഒരു മതം രൂപീകരിച്ച് അതിനകത്ത് എഴുതി. കൂടുതൽ അറിയാനുള്ള യൂട്യൂബ് നോക്കിയിട്ട് മക്കളെ പഠിപ്പിക്കണം, നമ്മളും പഠിപ്പിക്കണം. പിന്നെ നമുക്കറിയാം അലക്സാണ്ടർ ജേക്കബ്, നമ്മളിപ്പോഴുള്ള IPS ഓഫീസർ, ഇവിടെ പോലീസ് അധികാരിയായിട്ടുണ്ടായിരുന്നെ, അദ്ദേഹത്തിന് ഇത് മനസ്സിലായി. ഭഗവത്ഗീതയിലാണ് ബൈബിളിനേക്കാൾ ഒന്നുകൂടെ നല്ലത്, ഞാൻ പഠിച്ച IPSനേക്കാളും നല്ലത് ഒന്നുകൂടെ എന്താണ് ഭഗവത്ഗീതയാണ്. പിന്നെ ഇതിനിടെ ഒരു ചേച്ചി എനിക്ക് പരിചയമുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്, TV-യിലൊക്കെ കണ്ടിട്ടുണ്ട്, യൂട്യൂബിലും കണ്ടു. സുനിത വില്യംസ് എന്നാണ് ആ ചേച്ചിയുടെ പേര്. ഈ പഠിക്കുന്ന കുട്ടികൾക്ക് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവുകയെ. ഈ സുനിത വില്യംസ് ബഹിരാകാശത്ത് പോയിട്ട് 250 ദിവസം താമസിച്ചു. 250 ദിവസം താമസിക്കുമ്പോൾ ഇവരെന്താ കൊണ്ടുപോയത്? 3 കാര്യങ്ങളാണ് കൊണ്ടുപോയത്. എന്താ 3? ഒരു ഗണപതിയുടെ വിഗ്രഹം, പിന്നെ കുറച്ച് ഇന്ത്യൻ സമോസ ഞം 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 ഞം, പിന്നെ ഈ ബുക്കും പുള്ളിക്കാരി കയ്യിൽ പിടിച്ചു. അനങ്ങാൻ പറ്റില്ല, 1, 2, 3 ഇല്ല കേട്ടോ. ഇങ്ങനെ ഇതിനുള്ളിൽ കെട്ടിയിട്ടാണങ്ങനെ ഈ കൈ കൊണ്ട് ഇടക്ക് സമോസ എടുത്തു തന്നു ശരീരത്തിന്. ഇടക്ക് പേടിയെന്നോ തമാശ പറയും. ഗണപതിയുടെ വിഗ്രഹം ഒന്ന് നോക്കും. വിശേഷാൽ ഗ്രാഹ്യത്തെ ഇതി വിഗ്രഹം, മനസ്സിനെ ട്യൂൺ ചെയ്യാനും മനസ്സിനെ കോൺസെൻട്രേറ്റ് ചെയ്യാനും അതിശക്തമായ വ്യക്തിത്വത്തിന് ഉടമയാകാനുമാണ് ഈ ഗണപതിയുടെ വിഗ്രഹം പുള്ളിക്കാരി കൈ പിടിച്ചത്. പിന്നെ കൈ കൊണ്ട് നമ്മൾ മൊബൈൽ തോണ്ടുമല്ല 24 മണിക്കൂറും, അതുപോലെ പുള്ളിക്കാരി 280 ദിവസം ബഹിരാകാശത്ത് ചെന്ന് എന്താ പഠിച്ചത്? ശ്രീമദ് ഭഗവത്ഗീത എന്ന അപ്ലൈഡ് സയൻറ്റിഫിക് സയൻസാണ് പഠിച്ചത്. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം APJ അബ്ദുൽ കലാം, നമ്മുടെ രാഷ്ട്രപതി, അദ്ദേഹം ഈ ഭഗവത്ഗീതയാണ് കൊണ്ടു നടന്നത്. രാഷ്ട്രപതിയായിരുന്നു അദ്ദേഹം. പിന്നെ രഘുപതി രാഘവര, നമുക്കറിയാം അദ്ദേഹം വലിയ മതേതരത്വക്കാരനാന്നൊക്കെ പുസ്തകങ്ങളിൽ പറയും. പക്ഷേ അദ്ദേഹത്തിൻ്റെ കക്ഷത്തിൽ ഞാൻ നോക്കിയപ്പോൾ കണ്ണിലൊരു കണ്ണടയും, കക്ഷത്തിൽ ബൈബിൾ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ഒന്നും കൂടെ നോക്കി, ഖുറാനും കണ്ടിട്ടില്ല. പിന്നെ നോക്കിയപ്പോഴാണ് കൃത്യമായിട്ട് എനിക്ക് മനസ്സിലായത് ശ്രീമദ് ഭഗവത്ഗീതയാണ് ഗാന്ധിജി കക്ഷത്തിൽ വെച്ച് സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യത്തിനുടമയായ ബ്രിട്ടീഷുകാരനെ കെട്ടിക്കുകയും ഓരോ ഹിന്ദുവിനും ഓരോ ഭാരതീയനും ആത്മാഭിമാനം തിരിച്ചു തരികയും ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിനിടെ ഡൽഹിയിൽ ഒരു സുപ്രീം കോടതി ജഡ്ജി, യൂട്യൂബിൽ നോക്കി കഴിഞ്ഞാൽ വിശദമായിട്ട് കിട്ടും, ഈ ജഡ്ജിയുടെ മകള് ഡൽഹിയിൽ വലിയ പത്രപ്രവർത്തകയാണ്. ഈ മകളോട് പറഞ്ഞു, മോളെ നമുക്ക് കല്യാണമെല്ലാം വേണ്ടേ? അച്ഛാ വേണ്ട അച്ഛാ. എന്താണ് അത് ഞാൻ പിന്നെയാണ് ഇയാൾക്ക് മനസ്സിലായത് മകള് ലെസ്ബിയനാണ്. എന്താണ്? ലെസ്ബിയനാണ്. സ്വവർഗരതിയിൽ ആനന്ദം കണ്ടെത്തുന്നതാണ് സ്വന്തം മോള്. ഇതറിഞ്ഞു കഴിഞ്ഞാൽ ഏത് പിതാവിനും മുന്നിൽ എന്തേ ഉള്ളൂ? പിന്നെ സൂയിസൈഡ്. അങ്ങനെ ഇദ്ദേഹം സൂയിസൈഡ് ചെയ്യാൻ തീരുമാനിച്ചു. ഭാര്യയും ഭർത്താവും കൂടി സൂയിസൈഡ് ചെയ്യാൻ തീരുമാനിച്ചപ്പോഴാണ് സാക്ഷാൽ ഗുരുവായൂരപ്പൻ പൊന്നുണ്ണിക്കണ്ണൻ അവിടത്തോട്ട് പോകുന്നത് ഇദ്ദേഹത്തിൻ്റെ സുഹൃത്തിൻ്റെ രൂപേണ. എന്തുണ്ട് സാർ വിശേഷങ്ങളൊക്കെ വർത്താനൊക്കെ പറഞ്ഞു. ഞാനിപ്പോൾ ഇവിടെ വന്നത് ഒരു ഭഗവത്ഗീത തരാനാണെന്നും പറഞ്ഞ് ഗിഫ്റ്റായിട്ട് ഭഗവത്ഗീതയും കൊടുത്തിട്ട് പോയി. തിരിച്ച് അദ്ദേഹം പോയപ്പോഴാണ് ഈ ജഡ്ജി, ഇയാൾ ജഡ്ജി മാത്രമാണ്, വേറെ മണ്ണാങ്കട്ടി ഒന്നുമില്ല, ഇതിൻ്റെ ഓരോ മന്ത്രങ്ങളായിട്ട് നോക്കിയത്. അപ്പോഴാണ് മനസ്സിലായത് ഉദ്ധരേതാത്മനാത്മാനം, ഞാൻ സ്വയം ഉയരണം, ഞാൻ സ്വയം ഉയരണം, ഞാൻ സ്വയം ഉയരണം. ഞാനല്ല എൻ്റെ ഭാര്യ കേട്ടോ, ഞാനല്ല എൻ്റെ വീട് കേട്ടോ, ഞാനല്ല എൻ്റെ സമ്പത്ത് കേട്ടോ, ഞാനല്ല എൻ്റെ മകള് കേട്ടോ, എൻ്റേതാണ്. അപ്പം എൻ്റേതെന്ന് അയ്യും മയ്യും മൈനസ് ചെയ്യുക. അഹന്ത മമത അഭാവോ ജീവൻ മുക്തസ്യ ലക്ഷണം എന്ന് ശ്രീശങ്കര ഭഗവത്പാദര് വിവേക ചൂടാമണിയിൽ പറഞ്ഞത് ഭഗവത്ഗീതയിൽ എക്സ്പാൻഷൻ നടത്തി പഠിപ്പിക്കുകയാണ്. നീ അമൃതത്വത്തിൻ്റെ സന്തതിയാണ്, നീ ഒന്നിനെയും ഡിപ്പെൻഡ് ചെയ്യേണ്ടതല്ല, നീ ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ സുപ്രീം എംപററാണ് എന്ന സത്യത്തെ ഈ ജഡ്ജി മനസ്സിലാക്കുകയും അത് ഭാര്യയ്ക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയും സൂയിസൈഡിൽ നിന്ന് പുറത്തു വരികയും എൻ്റെ മകള് ലെസ്ബിയനാണ്, ഞാൻ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചു, ഞാൻ ആത്മഹത്യ ചെയ്യുന്നില്ല, നിങ്ങളാരും ആത്മഹത്യ ചെയ്യരുത്. ഇതാണ് അദ്ദേഹത്തിന് പറയാനുള്ളത്. കാരണം ആധുനിക മനുഷ്യൻ ആത്മഹത്യയുടെ വക്കിലൂടെ നടക്കുകയാണ്. എന്താ കാരണം?
സോഷ്യൽ മീഡിയ പ്രശ്നം, കുടുംബ പ്രശ്നം, ഭാര്യ പ്രശ്നം, സെക്ഷൽ പ്രശ്നം, സാമ്പത്തിക പ്രശ്നം, അയൽവക്ക പ്രശ്നം, രാഷ്ട്രീയ പ്രശ്നം, രാഷ്ട്ര പ്രശ്നം, ഇങ്ങനെ 100,000 പ്രശ്നത്തിൽ മുങ്ങിക്കുളിച്ച് ആത്മഹത്യയുടെ വക്കിലൂടെ പോകുന്ന അർജുനനാണ് നമ്മളൊക്കെ. അപ്പം നമ്മുടെയൊക്കെ ജീവിതത്തിൽ അടിമുടി ഒരു പരിവർത്തനം വരുത്തിയേ പറ്റൂ. നമ്മൾ ഇപ്പോൾ ഇവിടെ നമ്മുടെ ജീവിതത്തിന് പരിവർത്തനം വരുത്തുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഭാര്യയും പരിവർത്തനം വരുത്തും. ഞാനും എൻ്റെ ഭാര്യയും ജീവിതത്തിന് പരിവർത്തനം വരുത്തിയാൽ എൻ്റെ മക്കൾ പരിവർത്തനം വരുത്തും. എൻ്റെ ഭാര്യയും എൻ്റെ മക്കളും ജീവിതത്തിൽ പരിവർത്തനം വരുത്തി കഴിയുമ്പോൾ യവം പരമ്പരാപ്രാപ്തം, സദാശിവനിൽ തുടങ്ങി ശങ്കരാചാര്യരിലെത്തി ഗുരു പരമ്പരയിലൂടെ ഈ ജ്ഞാനം നമുക്ക് വാരി വലിച്ച് എറിയാൻ സാധിക്കും. കാരണം ഇന്നത്തെ കുടുംബം എന്ന് പറയുന്നത് അച്ഛൻ കിഴക്കോട്ട് തിരിഞ്ഞിരുന്ന് സന്ധ്യക്ക് നാമം ജപിക്കേണ്ട സമയത്ത് മൊബൈൽ തോണ്ടും, അമ്മ പടിഞ്ഞാറോട്ട് തിരിഞ്ഞിരുന്ന് മൊബൈൽ തോണ്ടും, മകൻ തെക്കോട്ട് തിരിഞ്ഞിരുന്ന് മൊബൈൽ തോണ്ടും, ഒരാൾ ഇൻസ്റ്റാഗ്രാം, ഒരാൾ ഫേസ്ബുക്ക്, ഒരാൾ വാട്സാപ്പ്, മറ്റാൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് തന്നെ. മകൾ വടക്കോട്ട് തിരിഞ്ഞിരുന്നിട്ടും ഇതാണ് ന്യൂസ്. നോർത്ത് ഈസ്റ്റ് വെസ്റ്റ് സൗത്തിലോട്ട് മൊബൈൽ തോണ്ടിക്കൊണ്ട് ഇവരൊക്കെ മഹാരോഗികൾക്ക് അടിമയാണ്. ഇതിൻ്റെ പേരാണ് എന്താണ്? മൊബൈൽ മാനിയ. എന്താണ് മൊബൈൽ മാനിയ? എന്താണ് മൊബൈൽ? അപ്പോൾ മൊബൈൽ മാനിയക്ക് അടിമയായിട്ടുള്ള ആധുനിക സമൂഹം ഇത് 5000 വർഷങ്ങൾക്ക് മുന്നേ ആര് കണ്ടു? കൃഷ്ണൻ കണ്ടു. പശ്യന്തി ജ്ഞാനചക്ഷുഷ, അറിവാകുന്ന കണ്ണുകൊണ്ട് 5000 വർഷങ്ങൾക്ക് മുന്നേ കൃഷ്ണൻ ഇതറിഞ്ഞു, കൃഷ്ണൻ ഇത് കണ്ടു, കൃഷ്ണൻ ഇത് മനസ്സിലാക്കി. അതുകൊണ്ട് മൊബൈൽ മാനിയക്ക് അടിമയായിരിക്കുന്ന ആധുനിക കുടുംബാംഗങ്ങൾക്ക്, ആധുനിക വ്യക്തികൾക്ക് ഇതിൽ നിന്നും പുറത്തു കടക്കാൻ ഭഗവത്ഗീത, ഇതാണ് ഭഗവത്ഗീതയിലെ 1-ാമത്തെ അധ്യായമായ അർജുന വിഷാദയോഗം. വിഷാദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ വരെയുള്ള എനിക്കില്ലാത്ത കഴിവുകൾ രാമൻ നായരെ ഭാര്യക്കുണ്ട്, എനിക്കില്ലാത്ത കഴിവുകൾക്ക് ഗോപാലൻ നായർക്കുണ്ട്, എന്നേക്കാൾ 2 ഇരട്ടി വലിയ വീട് എൻ്റെ ചേട്ടനുണ്ട്, എന്നേക്കാൾ വലിയ കാറ് എൻ്റെ അനുജത്തിക്കുണ്ട്, എനിക്കൊരു ഭാര്യയേ ഉള്ളൂ, എൻ്റെ ചേട്ടന് 2 ഭാര്യയുണ്ട്. ഇതാണ് ഡിപ്രഷൻ. ഇതാണ് മൊബൈലിൽ ഇപ്പോൾ വരുന്നത്. അവിഹിത ബന്ധങ്ങൾ മാത്രം തോണ്ടി വിടുന്നതാണ്, നെഗറ്റീവ് എനർജികൾ മാത്രം. ഇതാണ് എന്ത്? ഡിപ്രഷൻ. പിന്നെ എനിക്കില്ലാത്ത കഴിവുകൾ മറ്റുള്ളവരിലൂടെ ഞാൻ തോണ്ടി കാണുന്നു. അപ്പോൾ എനിക്ക് അവരോട് അസൂയ വരുന്നു, ഞാൻ എന്നെ ശ്രദ്ധിക്കണം ശപിക്കുന്നു, വെറുക്കുന്നു. ഇതാണ് എന്ത്? ഡിപ്രഷൻ. ഈ ഡിപ്രഷനാണ് അർജുന വിഷാദ രോഗം. അപ്പോൾ വിഷാദ രോഗത്തിൽ നിന്നും കൃഷ്ണനുമായി ഗുരുവായൂരപ്പനുമായി ലയിച്ച് ചേർന്ന് കൺവേർഷൻ നടത്തുമ്പോൾ എന്തായി? യോഗമായി മാറി. വിട്ടെ, യോഗം. അപ്പോൾ യോഗം എന്ന് പറഞ്ഞാൽ എന്താണ്? യുജ്യതേ ഇതി യോഗ. ഭഗവാനുമായി ഗുരുവായൂരപ്പനുമായി ലയിച്ചു ചേരാൻ ഒരു അവസരം നമ്മുടെ മുന്നിൽ കിട്ടിയിരിക്കുകയാണ്, ഒരു ഓപ്പർച്യൂണിറ്റി. അത് നമ്മൾ എന്ത് വേണം? ഫ്രൂട്ട്ഫുൾ ആൻഡ് യൂസ്ഫുള്ള് ആകണം. നമുക്കറിയാം വിഷാദ രോഗത്തിൽ ഈ കൃഷ്ണന് ഇവിടെ ഇങ്ങനെ പുഞ്ചിരി നോക്കിക്കൊണ്ടിരുന്നാൽ മതി. എന്നാൽ അർജുനനെയോ പുള്ളിക്കാരൻ യുദ്ധം ചെയ്യണം. യുദ്ധം ചെയ്യാൻ സേനയോർ മധ്യേ രഥം സ്ഥാപയമേ അച്യുത. അച്യുത, നീ എന്താ നോക്കിക്കൊണ്ടിരിക്കുന്നത്? വണ്ടി എടുക്കടാ. നമ്മൾ ഡ്രൈവറോട് പറയാറുണ്ടല്ലോ. ഇതുപോലെ ഡ്രൈവറായ കൃഷ്ണനോട് പറയുകയാണ് ആര്? അർജുനൻ ഭഗവാനോട് പറയുന്നതാണ്. അപ്പോൾ ഈ ഡ്രൈവർ പറഞ്ഞ ആരാണ്? 10ാം ക്ലാസ് തോറ്റിട്ടുള്ള ഒരാളാണ് ഡ്രൈവർ. ഇതാണ് ഭഗവാൻ. ഇവിടെ തൊഴിലിൻ്റെ മഹാത്മ്യം കൃഷ്ണൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ യുദ്ധഭൂമിയിൽ പോയിട്ട് അർജുനൻ ഭഗവാനോട് പറയുന്നതാണ്, ദൃഷ്ട്വേമം സ്വജനം കൃഷ്ണ യുയുത്സും സമുപസ്ഥിതം. ദൃഷ്ടമേ സ്വജനം കൃഷ്ണ, ഞാനിവിടെ കാണുന്നത് മുഴുവൻ എൻ്റെ കസിൻസ്, എൻ്റെ അങ്കിള്, എൻ്റെ കൊച്ചച്ഛൻ, എൻ്റെ വല്യച്ഛൻ, എൻ്റെ ഗുരുക്കന്മാർ, എനിക്ക് യുദ്ധം ചെയ്യാൻ സാധിക്കൂല എന്ന് പറയുന്നു. ദൃഷ്ടേമാം സ്വജനം കൃഷ്ണ എന്ന് പറയുന്നു. അപ്പോൾ ഭഗവാൻ പറയുന്നുണ്ട്, മറുപടി എന്താണെന്നറിയാവോ? നീ നിൻ്റെ ബന്ധുക്കളായിട്ട് കാണുന്നവരൊന്നും നിൻ്റെ ബന്ധുക്കളല്ല, നിമിത്തമാത്ര ഭവസവ്യസാജിൽ. എടാ കൃഷ്ണ, അർജുന, നീ ഒരു സഹായമായിട്ട് ഇരിക്കുന്നത് മതി. ഞാൻ ഇവരെയൊക്കെ പണ്ടേ കൊന്നതാണ്, നീ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്താൽ മതി.
നീ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്താൽ മതി. മുമ്പിൽ കാണുന്നത്, യുദ്ധഭൂമിയിൽ കാണുന്നത് ശത്രുക്കൾ മാത്രമാണ്. ഇത് പറയുമ്പോഴത്തേക്കും കൃഷ്ണൻ കിട്ട പറക്കാൻ തുടങ്ങി. അർജുനൻ കിട്ട പറക്കുന്ന ഒരു ചിത്രം ആധുനിക മനുഷ്യൻ്റെ ചിത്രമാണ്. എന്താണ് ആ ചിത്രം? വേദവ്യാസ ഭഗവാൻ വരച്ചു വെച്ച ആ ചിത്രം. സീതന്തി മമ ഗാത്രാണി മുഖഞ്ച പരിശുഷ്യതേ വേപതുശ്ച ശരീരേ മേ രോമഹഷ്ട ജായതേ ഗാന്ധീവം സംസ്കൃതം ഹസ്തൈവ പരിശുഷ്യതേ. മനസ്സിലായില്ല? ഒന്നും മനസ്സിലായില്ല അല്ലേ? ഹിന്ദുക്കളായതുകൊണ്ട് മനസ്സിലാവാൻ സാധ്യതയില്ല. ക്രിസ്ത്യാനിയോടും മുസ്ലിമോടും പോയി ചോദിച്ചാൽ അവർക്കത് പെട്ടെന്ന് മനസ്സിലാവും. കാരണം അവർക്ക് ഇതിനകത്ത് ഇൻട്രസ്റ്റ് ഉണ്ട്. എന്താണ്? സീതന്തി മമഗാത്രാണി, എനിക്ക് കോച്ചി വിറക്കുന്നു. മറ്റേ ഇന്ദ്രൻസ് പറയുന്ന പോലെ കോച്ചി വിറക്കുന്നു. മുഖം പരിശുഷ്യതേ, മുഖം മുഴുവൻ ബ്ലേഡോണ്ട് കീറുന്നത് പോലെ എനിക്ക് മുഖം. രോമഹർഷ ജായതേ, എനിക്ക് ഭയന്നിട്ട് രോമഹർഷം, രോമാഞ്ചം ഉണ്ടാവുന്നു. ഭയന്ന് ഗാന്ധീവം സംസ്കൃത, എൻ്റെ കയ്യിൽ എനിക്ക് ഇന്നലെ വരെ ആയുധമുണ്ടായിരുന്നു. ഗാന്ധീവം എന്ന ആയുധം സംസ്കൃതേ ഹസ്താത്, കയ്യിലുള്ള ആയുധം നഷ്ടപ്പെട്ടു. ആധുനിക മനുഷ്യനാണ്. സമ്പത്ത് നഷ്ടപ്പെടുന്നു, യൗവനം നഷ്ടപ്പെടുന്നു, ആരോഗ്യം നഷ്ടപ്പെടുന്നു, മനസ്സമാധാനം നഷ്ടപ്പെടുന്നു. ഈവൻ ഭാര്യ വരെ ഒളിച്ചോടി ഭാര്യ വരെ നഷ്ടപ്പെടുന്ന ആധുനിക സമൂഹമാണിവിടെ. ഇതാണ് കൃഷ്ണൻ വരച്ച അർജുനനെ. അപ്പോൾ എന്നിട്ട് അർജുനൻ പറയുന്നതാണ്, കൃഷ്ണ നകാംക്ഷ വിജയം കൃഷ്ണ നച രാജ്യം സുഖാനിജ കിം നോ രാജ്യേന ഗോവിന്ദ കിം ഭോഗേർ ജീവിത നവ നവ. പുതിയത് ജീവിതം വെച്ച ജീവിതം തന്നെ. ഞാൻ വിജയമൊന്നും ആഗ്രഹിക്കുന്നില്ല. എനിക്കതും വേണ്ട ഇതും വേണ്ട, എനിക്കൊന്നും വേണ്ട. ഞാനൊരു ജീവിതം പോലും ആഗ്രഹിക്കുന്നില്ല കൃഷ്ണ എന്ന് പറയുന്നു. അപ്പോൾ അവിടെ കൃഷ്ണൻ പറയുന്നു, അർജുന 3 പ്രമാണങ്ങളേ ഉള്ളൂ. 1 വേദങ്ങൾ, 2 ബ്രഹ്മസൂത്രം, 3 ഭഗവത്ഗീത. ആ ഭഗവത്ഗീത പ്രമാണത്തിൽ ഞാനിത് നിനക്ക് പറഞ്ഞു തരുന്നു. എന്താണ് ഈ പറഞ്ഞു തരുന്ന കാര്യം? ഗുരുവായൂർ ഏകാദശിയായിട്ട് തൊടുന്ന ഓരോ ഭക്തനും ഗുരുവായൂരപ്പനാണ് സത്യം. ഗുരുവായൂരപ്പൻ പറഞ്ഞ 700 ശ്ലോകങ്ങൾ ഞാൻ പഠിക്കും. ഗുരുവായൂരപ്പനാണ് സത്യം. ഞാൻ എൻ്റെ ഭാര്യയെ ഭഗവത്ഗീത പഠിപ്പിക്കും. ഗുരുവായൂരപ്പനാണ് സത്യം. അതിനകത്തിരിക്കുന്ന എൻ്റെ ഭർത്താവിനെ ഞാൻ ഈ ഭഗവത്ഗീത പഠിപ്പിക്കും. ഗുരുവായൂരപ്പനാണ് സത്യം. എൻ്റെ മക്കളെയും നാട്ടുകാരെയും ഞാൻ ഈ ഭഗവത്ഗീത പഠിപ്പിക്കും. കാരണം ഇത് പ്രമാണമായത് കൊണ്ടാണ്. ഇത് പറയുന്നത് തന്ത്രിയാണ് ഈ ട്രിക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്. അതെന്തുകൊണ്ടാണ്? ജഗത് ഭർത്ത പ്രഭു സാക്ഷി നിവാസ ശരണം സുഹൃത്ത്. ഭഗവത്ഗീതയിൽ ഭഗവാൻ എഴുതി വെച്ചതാണ്. തന്ത്രി അദ്ദേഹം പറഞ്ഞതേ ഉള്ളൂ. ജഗത് ഭർത്ത, ഈ ജഗത്തിനെ നിയന്ത്രിക്കുന്നവനാണ്. പ്രഭു സാക്ഷി, റൂളർ, ഗവർണർ, എംപററാണ് ഈ പ്രപഞ്ചത്തിൻ്റെ. എല്ലാത്തിൻ്റെയും സാക്ഷിയായി നിർത്തുന്നു. ഇങ്ങനെയുള്ള കൃഷ്ണനെ ഓരോ വ്യക്തിയുടെയും മുന്നിൽ ഒരു ഓപ്പർച്യൂണിറ്റി വന്നിരിക്കുകയാണ്. കൃഷ്ണൻ്റെ തോളിൽ കൈയിടാൻ. ജഗത് ഭർത്ത പ്രഭു സാക്ഷി നിവാസ ശരണം സുഹൃത്ത്. ഇതാണ് ഭഗവത്ഗീത. അപ്പോൾ 700 ടൺ രത്നങ്ങൾ സംഭരിച്ചു വെച്ചിരിക്കുന്ന ഒരു ട്രഷറിയാണ് ഭഗവത്ഗീത. ആ ഗീത മാതാജി. എന്താണ് ആ ഗീത മാതാജി? ഈ മാതാജി എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അമ്മയ്ക്ക് തുല്യമാവുമ്പോൾ 700 ടൺ രത്നം ഉണ്ടെങ്കിൽ ഞാൻ അമ്മയുടെ മകനാണെങ്കിൽ പിന്നെ അതിൻ്റെ അവകാശി ഞാനാണല്ലോ. അതെ, ഇതുപോലെയാണ് എൻ്റെ ജീവിതത്തിൽ. ഞാൻ ജനിച്ചു വീണ ഉടനെ ഭയങ്കരമായിട്ട് കരയാൻ തുടങ്ങി. ആ കരച്ചിൽ ഏകദേശം 2-3 ദിവസം അങ്ങോട്ട് കരയാൻ തുടങ്ങി. കരഞ്ഞ് ഭയങ്കര എന്ത് വന്നാലും കരച്ചിൽ നിർത്തുന്നില്ല. അങ്ങനെ അച്ഛനോട് അമ്മ പറഞ്ഞു, എന്താ ഇതിനൊരു പരിഹാരം ചോദിച്ചു. അപ്പോൾ അച്ഛൻ പറഞ്ഞു, എൻ്റെ അമ്മയുടെ അച്ഛൻ വലിയ അധികാരിയായിരുന്നു. അപ്പോൾ മുത്തശ്ശൻ അച്ഛൻ്റെ കയ്യിൽ കൊടുത്തതാണ് ഈ ഭഗവത്ഗീത. ഇല്ലാത്ത ഒരുപാട് ഗ്രന്ഥങ്ങളുണ്ട്. അപ്പോൾ അച്ഛൻ പറഞ്ഞു, കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ ഭഗവാൻ അർജുനന് ഉപദേശിച്ച, ശ്രദ്ധിക്കണം, നമ്മൾ നിതീഷ് ചൈതന്യജി പറഞ്ഞതൊക്കെ, മരണഭയത്തെ അതിജീവിക്കാനും അതിവർത്തിക്കാനും അമൃതത്വത്തിൻ്റെ സന്തതിയാണെന്ന് പഠിപ്പിക്കുകയും ചെയ്യുന്ന, എല്ലാ ജീവികൾക്കുമുള്ളതാണ് ആഹാര വിഹാര നിദ്ര മൈഥുനം. ശ്രേഷ്ഠജ്ഞാനമധുരം മധികം നരാണാം. അപ്പോഴാണ് നരനാവുന്നത് ഭഗവത്ഗീത പഠിച്ചു കഴിഞ്ഞാൽ. അത്
എടുത്ത് ഞാൻ കിടക്കുന്ന തൊട്ടിലിൻ്റെ മുകളിൽ അവിടെ കെട്ടി തൂക്കി. അപ്പോൾ തന്നെ കറണ്ട് പോയതുപോലെ ഞാൻ കരച്ചിൽ നിർത്തുകയും ചിരിക്കുകയും ചെയ്തു. അന്നത്തെ ചിരി ഞാൻ ഇന്നും ചിരിക്കുന്നു. കാരണം ഭഗവത്ഗീതയിൽ കൃഷ്ണൻ പറഞ്ഞു, പ്രഹസന്നിവ ഭാരത, കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ യുദ്ധത്തിൻ്റെ മധ്യത്തിലും കൃഷ്ണൻ ചിരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി കുരുക്ഷേത്ര യുദ്ധം കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഗാന്ധാരി അവിടെ വന്നിട്ട് കണ്ണിൻ്റെ കെട്ടഴിക്കുന്നുണ്ട്, മക്കളുടെ ശവം കാണാൻ വേണ്ടിയിട്ട്. എന്നാൽ കൃഷ്ണനോട് ശപിക്കുന്നുണ്ട്, കൃഷ്ണ ഇതിൻ്റെയൊക്കെ കാരണം നീയാണ്, നിനക്കിത് ഒഴിവാക്കാമായിരുന്നു. അതുകൊണ്ട് ഇന്നേക്ക് 35ാമത്തെ വർഷം നീയും നിൻ്റെ കുടുംബവും നിൻ്റെ സർവസ്വവും ഇതുപോലെ പെട്ടച്ച് മരിക്കാൻ ഇടവരട്ടെ എന്ന് ഗാന്ധാരി മാതാവ് ശപിക്കുമ്പോൾ കൃഷ്ണൻ പുഞ്ചിരി തൂകിക്കൊണ്ട് പറയുകയാണ്, അത് തന്നെ സംഭവിക്കട്ടെ ഗാന്ധാരി മാതാവേ എന്ന്. അപ്പോൾ സെൽഫ് കോൺഫിഡൻസ് വർദ്ധിപ്പിക്കാനാണ് ഈ ധർമ്മശാസ്ത്രം ആ കുട്ടിയായ എന്നെ പഠിപ്പിക്കുന്നത്. അന്നും പഠിപ്പിക്കുന്നത്, ഇന്നും പഠിപ്പിക്കുന്നത്. നിങ്ങൾ പഠിക്കണം ഭഗവത്ഗീത. എന്തിനാണ്? സെൽഫ് കോൺഫിഡൻസ് വർദ്ധിക്കാൻ. നമ്മുടെ ഭാര്യയെ പഠിപ്പിക്കണം, നമ്മുടെ ഭർത്താവിനെ പഠിപ്പിക്കണം, വരും തലമുറയെ പഠിപ്പിക്കണം, നമ്മുടെ മക്കളെ പഠിപ്പിക്കണം. എന്ത്? ഭഗവത്ഗീത. എന്തിന്? എങ്ങനെ ജീവിതം കൊണ്ടു നടക്കണം എന്ന് അറിയാനാണ്, എങ്ങനെ കുടുംബ ബന്ധങ്ങൾ സുദൃഢമാക്കണം എന്ന് അറിയാനാണ്, പഠിക്കാനാണ്, പ്രവർത്തിക്കാനാണ് ഭഗവത്ഗീത പഠിക്കേണ്ടത്. അപ്പോൾ ആ 1ാമത്തെ അധ്യായം അവസാനിപ്പിക്കുന്നതിന് ഏവം മുക്ത അർജുന സാഖ്യോ രഥോപിഷ്ഠ ഉപവിശത്. തലക്ക് കയ്യും കൊടുത്തുകൊണ്ട് അർജുനൻ മരിച്ച ശവത്തിൻ്റെ മുന്നിൽ, ഭർത്താവിൻ്റെ ശവത്തിൻ്റെ മുന്നിൽ ഭാര്യ നിൽക്കുന്ന കണക്കിനാണ് ഏവം മുക്താർജുന സാഖ്യോ രഥോപിഷ്ഠ ഉപവിശത്. അവിടെ ഇരിക്കുന്ന ഒരു അർജുനനെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ 2ാമത്തെ അധ്യായത്തിലോട്ട് സാഖ്യയോഗത്തിലോട്ട് കയറുമ്പോൾ തന്നെ എണ്ണി പറയുകയാണ്. 2ാമത്തെ അധ്യായത്തിൽ 3ാമത്തെ ശ്ലോകം, ക്ലൈബ്യം മാസ്മഗമ പാർത്ഥ നൈതത്വപദ്ധ്യത ക്ഷുദ്രം ഹൃദയ ദൗർബല്യം. ക്ഷുദ്രം, നിങ്ങൾക്കൊക്കെ ഈ നിസ്സാരമായ ഹൃദയ ദൗർബല്യമുണ്ട്. ത്യക്തോത്തിഷ്ഠ പരന്തപ, ഉയർത്തെഴുന്നേക്കൂ, ജീവിത യുദ്ധം നീ ആഘോഷമായി കൊണ്ടു നടക്കൂ, ജീവിതം നീ ആഘോഷമായി കൊണ്ടു നടക്കൂ. ഇതാണ് കൃഷ്ണൻ പറയുന്നത്. അപ്പോൾ അർജുനൻ പറയുന്നു, കാർപ്പണ്യദോഷവോ പഹത സ്വഭാവ പൃച്ഛാമി ത്വാം ധർമ്മ സമൂഢചേയ യശ്രേയസ്യ നിശ്ചിതം ബ്രൂഹി തസ്മൈ ശിഷ്യസ്ഥേഹം ശാധിമാം ത്വാം പ്രപന്ന. കൃഷ്ണ, നീ എന്നെ ശിഷ്യനായി സ്വീകരിച്ച് എന്നെ ശാസിച്ചാലും ഇവിടെ കൃഷ്ണൻ ഗുരുവായി, കൃഷ്ണൻ വന്ദേ ജഗദ്ഗുരും. അർജുൻ ഇവിടെ ശിഷ്യനായി. കാരണം ജഗദീശ്വരൻ്റെ പ്രതീകമാണ് കൃഷ്ണൻ, നരൻ്റെ ആ പ്രതീകമാണ് അർജുനൻ. അപ്പോൾ ഈ ഒരു ശിഷ്യ സ്വഭാവമായിരിക്കണം. അപ്പോൾ എന്താണ്? അപ്പോഴാണ് പ്രഹസന്നിവ, ബി ഹാപ്പി, ചിരിക്കണം, ചിരിപ്പിക്കണം, വളരണം, വളർത്തണം, മറ്റുള്ളവരെ കൈപിടിച്ചുയർത്തണം. ഇതിനാണ് ശിഷ്യസ്തേഹം ശാധിമാം ത്വാം പ്രപന്നാം. 2ാമത്തെ അധ്യായത്തിൽ 27ാമത്തെ ശ്ലോകത്ത് പറയുന്നു, ജാതസ്യ ധ്രുവോ മൃത്യു ധ്രുവം ജന്മ മൃതസ്യ ചാത് തസ്മാൽ അതത പരിഹാരാർത്ഥം നത്വം ശോചിത്വം അർഹസി. നിനക്ക് ദുഃഖിക്കാൻ അവകാശമില്ല. നിനക്ക് 140 കോടി ജനതയുടെ രാഷ്ട്രപതിയാകാം, ഇന്ത്യൻ പ്രധാനമന്ത്രിയാകാം, എവിടെയൊക്കെ ഇലക്ഷനിൽ മത്സരിച്ച് ജയിക്കാം, അതിനൊക്കെ നിനക്ക് അർഹതയുണ്ട്. പക്ഷേ ദുഃഖിക്കാൻ മാത്രം നിനക്ക് അവകാശമില്ല. ദുഃഖ ദുരിതങ്ങളില്ലാത്ത ഒരു ജീവിതം കൊണ്ട് നടക്കാൻ ഞാൻ ഭഗവത്ഗീത പഠിച്ചു, നിങ്ങളും ഭഗവത്ഗീത പഠിക്കണം. മാത്രവുമല്ല ഭഗവാൻ പറയുന്നു, ഭഗവത്ഗീത പഠിച്ചതുകൊണ്ട് മാത്രം ഞാൻ കഴിക്കാൻ പറ്റില്ല. 2ാം അധ്യായത്തിൽ 31ാമത്തെ ശ്ലോകം പറയുന്നു, സ്വധർമ്മം അപിചാപേക്ഷ ന വികമ്പിതുമർഹസി. കൃഷ്ണൻ പറയുന്നു, എന്നെ വിശ്വസിച്ചിട്ട് നിങ്ങൾക്ക് ഒരു കാര്യവുമില്ല, നിങ്ങൾ പണിയെടുത്താലേ നിങ്ങൾക്ക് ശമ്പളം കിട്ടൂ, നിങ്ങൾ പണിയെടുത്താലേ ഊണ് കഴിക്കാൻ പറ്റുള്ളൂ. സ്വധർമ്മം അപിചാപേക്ഷ. ഓരോ വ്യക്തിയും അവനവൻ ചെയ്യേണ്ട കർമ്മങ്ങൾ കൃത്യമായും വ്യക്തമായും ശുദ്ധമായും ചെയ്തെങ്കിൽ മാത്രമേ നിലനിൽക്കാൻ പറ്റുള്ളൂ. നമ്മൾ ഇതിനിടെ കഴിഞ്ഞ മാസം കണ്ടില്ല, ഗുജറാത്തിൽ ഒരു ഫ്ലൈറ്റ് ആക്സിഡൻറ്റ്. എവിടെയോ എന്തോ ഒരു ചെറിയ ഫാൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ എല്ലാവരും നശിച്ചു. ഇതുകൊണ്ടാണ് സ്വധർമ്മം അപിചാപേക്ഷ. എൻ്റെ ഭാര്യ അടുക്കളയിൽ ചോറുണ്ടാക്കണം, കൂട്ടാൻ ഉണ്ടാക്കണം, കുടുംബത്തിലെ കാര്യങ്ങൾ നോക്കണം, ജോലിക്ക് പോകണം. ഞാൻ എൻ്റെ കുട്ടികളുടെ കാര്യം നോക്കണം, ഭാര്യയുടെ കാര്യം നോക്കണം, രാഷ്ട്രത്തിൻ്റെ കാര്യം നോക്കണം, എൻ്റെ കാര്യം നോക്കണം, എൻ്റെ തൊഴിലിന് പോകണം. എൻ്റെ മക്കൾ പഠിക്കണം, അവർക്ക് പഠിക്കേണ്ട ഒരു ഡ്യൂട്ടിയാണ്. എൻ്റെ അച്ഛൻ്റെ ജോലി ചെയ്യണം, അമ്മയുടെ ജോലി ചെയ്യണം. ഇങ്ങനെ ഓരോ വ്യക്തികളും അവനവന് നിക്ഷിപ്തമായ കർമ്മത്തിൽ
യോഗ കർമ്മസു കൗശലം. ഭഗവാൻ എന്താ പറയുന്നത്? യോഗ കർമ്മസു കൗശലം. ആ കർമ്മത്തിൽ അവനവൻ്റെ ഡ്യൂട്ടിയിൽ അവനവൻ്റെ ഫീൽഡിൽ അറിവും കഴിവുമുള്ളവരായി, അതിൽ പെർഫെക്റ്റായി, അതിൽ പ്യൂരിഫൈ ആയി, അതിൽ ഡയമണ്ടായി മാറണം എന്നുള്ളതാണ് കൃഷ്ണൻ പറയുന്നത്. അപ്പോഴോ ഹതോ വാക്ഷ്യസി സ്വർഗം ജിത്വാ വാ മോക്ഷസേ മഹിം തസ്മാദുത്തിഷ്ഠ കൗന്ദേയ യുദ്ധായ കൃതനിശ്ചയ. നീ ജീവിതമാകുന്ന കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ ഇൻവോൾവ്ഡ് ആവൂ. നീ നോക്കി നിൽക്കാതെ അവനവൻ്റെ വിഹിത കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് ജീവിതം സന്തോഷ സംതൃപ്തമായി മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ സുഖം വരും 2 ദിവസം, 4 ദിവസം ദുഃഖം വരും, 2 ദിവസം ജലദോഷം വരും, 4 ദിവസം പനി വരും, 6 ദിവസം കടന്നുറങ്ങാം. ഇതാണ് കൃഷ്ണൻ പറയുന്നത്. സുഖദുഃഖ സമേകൃത്വ ലാഭാലാഭൗ ജയാജയ തതോ യുദ്ധായ യുജ്യസ്യ നൈനം പാപ മവാപ്സ്യസി. നിനക്കിതിൽ ദുഃഖിക്കാൻ പറ്റില്ല. 4 ദിവസം ഭാര്യയായിട്ട് ഉടക്കും, 4 ദിവസം ഭാര്യയെ കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങാം, 4 എക്സാമിൽ മക്കൾക്ക് പരീക്ഷയിൽ നല്ല മാർക്ക് ഉണ്ടാവും, 4 പരീക്ഷയിൽ മാർക്കൊന്നും ഉണ്ടാവില്ല, 4 ദിവസം മഴയുണ്ടാവും, 4 ദിവസം വെയിലുണ്ടാവും. സുഖ ദുഃഖ ശീത ഉഷ്ണ ലാഭ അലാഭം മാന അപമാനം ഇതൊക്കെ മാറി മാറി വരും. ഇതിനൊക്കെ ഒരുപോലെ കണ്ടിട്ട് സന്തോഷമായി സംതൃപ്തിയായി ഭാര്യയോടും മക്കളോടും അച്ഛനോടും അമ്മയോടും ഒപ്പം സന്തോഷ സംതൃപ്ത ജീവിതം നയിക്കൂ എന്നുള്ളതാണ് കൃഷ്ണനിവിടെ പറയാൻ. അതിനെന്ത് വേണം? വ്യവസായാത്മിക ബുദ്ധി. അതിനെന്ത് വേണം? ഏകഹ കുരുനന്ദന. അവിടെ ഇവിടെയും ഉറങ്ങി ഓടിച്ചാടി കളിക്കുന്ന നിന്റെ മനസ്സിനെ ഏകാഗ്രമാക്കി ഒന്നിൽ തന്നെ കോൺസെൻട്രേറ്റ്, അവനവൻ്റെ കർമ്മത്തിൽ ട്യൂൺ ചെയ്യൂ. കൊച്ചി FM ഒക്കെ കിട്ടണമെങ്കിൽ 99.9 ട്യൂൺ ചെയ്യണം. അതുപോലെ ജീവിതത്തിനെ ട്യൂൺ ചെയ്യണം. അതാണ് ദൂരേഹ്യവരണം കർമ്മം ബുദ്ധിയോഗ ധനഞ്ജയ ബുദ്ധൗ ശരണമന്വിച്ച കൃപണ ഫലഹേതവേ. കൃഷ്ണൻ ഗുരുവായൂരപ്പൻ പറയുന്നതാണ്, നിങ്ങൾ ഇവിടെ ഇങ്ങനെ വന്നിട്ട് എന്നെ തൊഴുതിട്ട് പോയതുകൊണ്ട് നിങ്ങൾക്കൊരു മണ്ണാങ്കട്ടയും കിട്ടുന്നില്ല. അയ്യോ, ഞാൻ പറഞ്ഞു എന്നാരോടും പറയരുത് കേട്ടാ. നിങ്ങൾ ഇവിടെ വന്നിട്ട് എന്നെ തൊഴുതിട്ട് പോയാൽ ഒരു മണ്ണാങ്കട്ടയും കിട്ടൂല. അയ്യോ തിരുമേനി അങ്ങനെ കിട്ടും. ടിക്കറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ പാൽപ്പായസം കിട്ടും, ഉണ്ണിയപ്പവും കിട്ടും, കദളിപ്പഴവും കിട്ടും, പഞ്ചസാരയും കിട്ടും. അയ്യോ തിരുമേനി ഗുരുവായൂരപ്പനൊക്കെ തൊഴുതാൽ ഒന്നും കിട്ടൂല, ഒരു മണ്ണാങ്കട്ടയും കിട്ടൂല. അയ്യോ ഞാൻ പറയുന്നല്ലേ, എനിക്ക് വിവരവും ഇല്ല, വിദ്യാഭ്യാസവും ഇല്ല, അറിവുമില്ല. പിന്നെ ഞാൻ ആ പൂന്താനത്തിനെ കണ്ടിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരൻ എന്നോട് പറഞ്ഞത്, പൂന്താനം എന്താ പറഞ്ഞത്? വിദ്യ കൊണ്ടറിയേണ്ടതറിയാതെ വിദ്വാൻമാരായി നടിക്കുന്ന ഇതു ചിലർ കുങ്കുമത്തിൻ്റെ ഗന്ധമറിയാതെ കുങ്കുമം ചുമക്കുന്നു ഗർദഭം. ഗുരുവായൂരപ്പൻ്റെ മാഹാത്മ്യം പറയാതെ ഗുരുവായൂരപ്പനെ തൊഴുതിട്ട് പോകുന്നവരെ പൂന്താനം പറഞ്ഞതാണ് എന്ത്? കഴുതകള് എന്ന്. അപ്പോൾ ഗുരുവായൂരപ്പനെ എന്ത് വേണം? തത്വരൂപേണ പഠിക്കണം. ഗുരുവായൂരപ്പനിലെ അണ്ടർസ്റ്റുഡായ തത്വങ്ങൾ പഠിക്കണം. ഗുരുവായൂരപ്പൻ പറഞ്ഞു തന്ന ഭഗവത്ഗീതയിലെ 700 ശ്ലോകങ്ങളും പഠിച്ച് സ്വന്തം ജീവിതത്തിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യണം. ഡോക്ടർമാർ ഗുളിക പ്രിസ്ക്രൈബ് ചെയ്യും. ഭഗവാൻ ഭഗവത്ഗീത പ്രിസ്ക്രൈബ് ചെയ്തു. അർജുനനത് ഗുളിക മേടിച്ച് കഴിക്കണം. നമ്മൾ ഗുളിക മേടിച്ച് കഴിക്കണം. ബിഫോർ മീൽസ് ആണെച്ചാൽ ബിഫോർ മീൽസ്, ആഫ്റ്റർ മീൽസ് ആണെച്ചാൽ ആഫ്റ്റർ മീൽസ് നമ്മൾ തന്നെ തിന്നണം. ഉദ്ധരേതാത്മനാത്മാനം. സ്വയം ഉയരണം, സ്വയം വളരണം. ഭാര്യയ്ക്ക് നമ്മളെ വളർത്താൻ പറ്റുമോ? പറ്റില്ല. മക്കളെ നമുക്ക് ഉയർത്താൻ പറ്റുമോ? പറ്റില്ല. കൂട്ടുകാരന്മാരെ വളർത്താൻ പറ്റുമോ? ഇല്ല. പിന്നെ ഉദ്ധരേത്. എത്ര പ്രാക്ടിക്കലായിട്ടുള്ള സയൻസാണ് ഇവിടെ കൃഷ്ണൻ അവതരിപ്പിക്കുന്നത്. അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഇല്ലാത്ത ശാസ്ത്രത്തിൻ്റെ പേരാണ് ശ്രീമദ് ഭഗവത്ഗീത എന്ന അപ്ലൈഡ് സയൻറ്റിഫിക് സയൻസ്. അപ്പോൾ കൃഷ്ണൻ ഇവിടെ ഗുരുവായൂരപ്പൻ എന്താ തരാന്ന് പറയുന്നത്? പാൽപ്പായസോ ഉണ്ണിയപ്പോ ഇതൊന്നും അല്ല തരാന്ന് പറയുന്നത്. പിന്നെ ബുദ്ധിയോഗ ധനഞ്ജയ ബുദ്ധൗ ശരണമന്വിച്ച. നീ എന്നെ ശരണം പ്രാപിച്ചിട്ട് നിനക്ക് കാര്യമായിട്ട് ഒന്നും കിട്ടുന്നില്ല. ഉണ്ണിയപ്പം കിട്ടും, കദളിപ്പഴം കിട്ടും, പാൽപ്പായസം കിട്ടും. എന്നെ ശരണം ഗുരുവായൂരപ്പനെ ശരണം പ്രാപിക്കാൻ വേണ്ടി നമ്മൾ പോയിട്ടാകുമ്പോൾ ഗുരുവായൂർ ഏകാശിയാകുമ്പോൾ ആയെന്ന് ഗുരുവായൂരപ്പൻ പറയുന്നതാണ് ബുദ്ധൗ ശരണമന്വിച്ച. നീ എന്തിനെ പ്രാപിക്കണം? ബുദ്ധിയെ ശരണം പ്രാപിക്കൂ. കാരണം ബുദ്ധി വികസിക്കാനുള്ള ധർമ്മശാസ്ത്രമാണ് ഭഗവത്ഗീത. ഭഗവത്ഗീത പോയി പഠിക്കൂ. അപ്പോഴേ
ഈ ഗുരുവായൂരപ്പൻ നമുക്ക് എന്താ തരാന്ന് പറയുന്നത് അറിയാം. ഗുരുവായൂരപ്പൻ തൻ്റെ ജീവിതത്തിൽ തരാന്ന് പറഞ്ഞത് ഒറ്റൊന്നു മാത്രമേ ഉള്ളൂ. മുൻ ശബരിമല മേശാന്തിയും കൃഷ്ണ യജുർവേദ പണ്ഡിതനും ഭാഗവതോത്തമനും ഭഗവത്ഗീത ആചാര്യമായ ശംഭുവാധ്യായരുടെ മകൻ 4 വാൾവുള്ള ഹൃദയം തൊട്ടിട്ട് പറയുകയാണ്, ദൂരേഹ്യ വരണം കർമ്മ ബുദ്ധിയോഗ ധനഞ്ജയ ബുദ്ധൗ ശരണമന്വിച്ച കൃപണാഭ തേഷാം സതതയുക്താനാം ഭജതാം പ്രീതിപൂർവകം ദദാമി ബുദ്ധിയോഗം. ദദാമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പേന നിനക്ക് ഞാൻ തരാന്ന് പറഞ്ഞ പോലെ ഗുരുവായൂരപ്പൻ പറഞ്ഞു, ദദാമി തരാം ബുദ്ധിയോഗം, നിനക്ക് ഞാൻ ബുദ്ധി തന്ന് നിന്നെ വികസിപ്പിച്ചുണർത്തും ഉയർത്തും. ബുദ്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിയുടെ ബൂസ്റ്റ് ചെയ്യുന്ന സീക്രട്ട് എനർജി ഓഫ് മൈ സീക്രട്ട് എന്ന് പരസ്യം പറയുന്നതാണെങ്കിൽ ബൂസ്റ്റ് ഈസ് ദി സീക്രട്ട് ഓഫ് മൈ എനർജി എന്ന് പറഞ്ഞ പോലെ ബുദ്ധി വികാസത്തിനുള്ള ഏക മരുന്നാണ് ഈ ഭൂമിയിൽ ഭഗവത്ഗീത. അതുകൊണ്ട് യദ്യഥാചരതി ശ്രേഷ്ഠ തത്ര ദേവോ സ്തദോ ജയ സയത് പ്രമാണം കുരുതേ ലോകസ്തദനുവർത്തതേ. കൃഷ്ണൻ പറയുന്നതാണ്, ഞാനിത് ആചരിച്ച് പഠിച്ച കാര്യം നിങ്ങളെ പഠിപ്പിച്ചു, നിങ്ങളിത് പഠിക്കണം. എൻ്റെ അച്ഛൻ ഇത് പഠിച്ചു, എന്നെ ഇത് പഠിപ്പിച്ചു. ശ്രീശങ്കര ഭഗവത് പാദര് ഭാഷ്യം തന്നു, ഞങ്ങൾ ഇതിന് അനുഗ്രഹം. അപ്പോൾ നമ്മെ പാർത്ഥാർത്ഥി കർത്തവ്യം തൃഷു ലോകേഷു കിഞ്ചന നാനാവാപ്തം അവാപ്തവ്യം കർത്തയേവ കർമ്മണി. എനിക്കിനി എന്താണോ നേടാനുള്ളത്? നമ്മെ പാർത്ഥാർത്ഥി കർത്തവ്യം. അർജുന, ഞാൻ എല്ലാം നേടിയതേ ഉള്ളൂ, ഞാൻ കാണാത്തതായി ഒന്നുമില്ല, ഇനി എനിക്കൊന്നും നേടാനുമില്ല. എന്നിട്ടും നോക്കിയേ, 124 വർഷം ഞാനിതാ നിരതനായി. 10ാം ക്ലാസ് തോറ്റ ഗോപാലൻ നായരുടെ മകൻ ഉൽപ്പലാക്ഷൻ നായർ ഡ്രൈവിംഗ് പോകുന്ന പോലെ ഞാനിതാ ഡ്രൈവറായിട്ട് ജോലി ചെയ്യുന്നു. ഞാനിതാ ആചരിച്ച് കാണിച്ചു തരുവാണ്. അതാണ് കൃഷ്ണൻ. റോൾ മോഡലാണ് കൃഷ്ണൻ. ബി പ്രാക്ടിക്കലായി ചെയ്ത് കാണിക്കുന്നതാണ്. ഇതുപോലെ നമ്മുടെ കർമ്മ മേഖലകളിൽ ചെയ്ത് കാണിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ ഭർത്താവ് നമ്മളെ ആക്സെപ്റ്റ് ചെയ്യുള്ളൂ, നമ്മുടെ ഭാര്യ നമ്മളെ ആക്സെപ്റ്റ് ചെയ്യുള്ളൂ, നമ്മളെ മക്കൾ നമ്മളെ ആക്സെപ്റ്റ് ചെയ്യുള്ളൂ, നമ്മളെ കൊളീഗ്സും നമ്മളെ സബോർഡിനേറ്റ്സും നമ്മളെ ഹയർ ഓഫീസേഴ്സും നമ്മളെ ആക്സെപ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ അവനവൻ്റെ കർമ്മത്തിൽ അവൻ എന്ത് വേണം? പെർഫെക്റ്റ് PERFECT ആയിരിക്കണം. ഭഗവാൻ ഒരൊറ്റ ഉദാഹരണമേ ഭഗവത്ഗീതയിൽ പറയുന്നു. എന്താണ്? കർമ്മണ്യേവി സംസിത്ത മസ്തിത ജനകായുധ ലോകസംഗ്രഹമേവാപി സംപശ്യൻ കർത്തുമർഹസി. ലോകസംഗ്രഹത്തിന് വേണ്ടി. എന്തിനാണ്? ലോകസംഗ്രഹത്തിന് വേണ്ടി. ഭാര്യയ്ക്ക് വേണ്ടിയിട്ടോ അല്ല, മക്കൾക്ക് വേണ്ടിയിട്ടോ അല്ല, കുട്ടികൾക്ക് വേണ്ടിയോ അല്ല, മറ്റ് ലോകസംഗ്രഹമേവാക്കി. എനിക്ക് നന്നാവണം, ഞാൻ നന്നാവണം, എൻ്റെ കുടുംബം നന്നാവണം, എൻ്റെ സമൂഹം നന്നാവണം, എൻ്റെ രാഷ്ട്രം നന്നാവണം, മാനവരാശി മുഴുവൻ നന്നാവണം. ദാറ്റ് മീൻസ് ലോകസംഗ്രഹമേവാപി. കൃഷ്ണൻ പറഞ്ഞതാണ്, ഞാൻ പറഞ്ഞതല്ല. ലോകസംഗ്രഹമേവാപി സംപശ്യൻ കർത്തുമർഹസി. 124 വർഷമായിട്ടും 88ാമത്തെ വയസ്സിലാണ് കൃഷ്ണൻ ചേട്ടൻ കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ ആയുധങ്ങളില്ലാതെ ഏത് നിമിഷവും തല പോകുന്ന ഒരു പ്രാക്ടിക്കൽ എൻവിറോൺമെൻറ്റിൽ യുദ്ധം ചെയ്യാൻ പോകുന്നു 88ാമത്തെ വയസ്സിൽ. അപ്പോൾ 124 വർഷം കൃഷ്ണൻ ആചരിച്ച് കാണിച്ചു തന്നിരിക്കുകയാണ്. എന്ത് സുഖമെന്ന് പറയുന്നത്? ഇപ്പം നമുക്ക് സുഖം ഭർത്താവിനോടുള്ള വൈകുന്നേരമാകുമ്പോൾ ഒന്നും കൂടെ സുഖം. പിന്നെ മലയാളിക്കാകുമ്പോൾ ബിവറേജ് കോർപ്പറേഷനിൽ സുഖം. പിന്നെ പുതിയ മലയാളിക്ക് മക്കൾക്ക് പിള്ളേർക്ക് ജങ്ക് ഫുഡ്, എന്ത് കുഴിമന്തി, ഇവനെ കുഴിയിലേക്ക് കൊണ്ടുവന്ന ക്യാൻസർ ഗിഫ്റ്റായിട്ട് കിട്ടുന്ന സിഗരറ്റ് വലിച്ചു കഴിഞ്ഞാൽ ഗിഫ്റ്റാണ്. പിന്നെ ചാരായം, എന്താണ്? കിഡ്നി അടിച്ചു പോകുന്നു. ഇതിനകത്തൊക്കെയാണ് ആധുനിക മനുഷ്യൻ സുഖം കണ്ടെത്തുന്നത്. പിന്നെ മൊബൈൽ മാനിയ എന്ന രോഗത്തിന് തോണ്ടി വിടുന്നു. എന്നാൽ കൃഷ്ണൻ നമ്മളെ പഠിപ്പിക്കും, സുഖാന്തരോ രാമ അന്തർജ്യോതിരേവച സയോഗി ബ്രഹ്മനിർവാണം ബ്രഹ്മഭൂയ അധിഗച്ഛതി. മണികണ്ഠ, നിൻ്റെ ഉള്ളിലാടാ ഉള്ളത് നിൻ്റെ സുഖം. മണികണ്ഠ, നിൻ്റെ സൗന്ദര്യം നിൻ്റെ ഉള്ളിലാടാ ഉള്ളത്. മണികണ്ഠ, നിൻ്റെ ഉള്ളിലാടാ അറിവുള്ളത്. മണികണ്ഠ, നിൻ്റെ ഉള്ളിലാടാ കഴിവുള്ളത്. അറിവും കഴിവും കാണാനും കണ്ട് ആസ്വദിക്കാനും അവയെ വികസിപ്പിക്കാനും വികസിപ്പിച്ച അറിവും ജ്ഞാനവും അനുഭൂതിയും ഭഗവാൻ എങ്ങനെയാണ്? അനുഭൂതി. ശബ്ദസ്പർശ രസ രൂപ ഗന്ധാദികളിലൂടെ അനുഭവിച്ചറിയേണ്ടതാണ് എന്ത്? ഈശ്വരൻ.
ക്രിസ്ത്യാനികൾക്ക് വിശ്വാസം, മുസ്ലിങ്ങൾക്ക് വിശ്വാസം. ഇപ്പോഴത്തെ ആധുനിക പുതിയ പിള്ളേരുടെ ഭാര്യ ഭർത്തൃ വിശ്വസിച്ചിട്ട് അവൻ്റെ കൂട്ടത്തിൽ ഇറങ്ങിപ്പോയി, വിശ്വസിച്ചിട്ട് ചതിച്ചിട്ട് തേച്ചൊട്ടിക്കൽ എന്ന പേര്. അപ്പോൾ വിശ്വാസം ഏത് നിമിഷവും അവിശ്വാസവും. ഹിന്ദുവിന് വിശ്വാസമില്ല, പിന്നെ അനുഭൂതിയാണ്. അപ്പോൾ ജീവിതത്തിൻ്റെ അനുഭൂതി ഉള്ളിലാണ് ഉള്ളത്. അപ്പോൾ ബഹിർമുഖമായ ഇന്ദ്രിയങ്ങളെ അകത്തോട്ട് തിരിച്ചുവിടാനാണ് ഭഗവത്ഗീത എന്ന ധർമ്മശാസ്ത്രം പഠിപ്പിക്കുന്നത്. ഭഗവാൻ പറയുന്നു, സുഹൃതം സർവഭൂതേഷു ആത്മോപ്യമേന സർവത്ര സമം പശ്യതി അർജുന. എടാ, നീ നിന്നെപ്പോലെ നീ നിൻ്റെ ഭാര്യയെ കാണ്, നീ നിന്നെപ്പോലെ നിൻ്റെ അച്ഛനെ കാണ്, നീ നിന്നെപ്പോലെ നിൻ്റെ അമ്മായിയമ്മയെ കാണുന്നു, നീ നിന്നെപ്പോലെ നിൻ്റെ അമ്മായിയപ്പനെ കാണ്, നീ നിന്നെപ്പോലെ മാർക്സിസ്റ്റുകാരനെ കാണ്, നീ നിന്നെപ്പോലെ BJP കാരനെ കാണ്, നീ നിന്നെപ്പോലെ RSS കാരനെ കാണ്, നീ നിന്നെപ്പോലെ നക്സലേറ്റുകാർ, നീ നിന്നെപ്പോലെ പാകിസ്ഥാനികളെ കണ്ടോ, നീ നിന്നെപ്പോലെ കമ്മ്യൂണിസ്റ്റ് ചൈനയെ കണ്ടോ, എങ്കിലോ ഇറിറ്റേഷൻ ഇല്ല. അപ്പോൾ എന്നെപ്പോലെ ഞാൻ ഈ സമൂഹത്തിലെല്ലാം എൻ്റെ ശരീരവും എൻ്റെ മനസ്സും എൻ്റെ ജീവിതവും കണ്ടു കഴിഞ്ഞാൽ ഇവരോടൊക്കെ ഒരു അസോസിയേറ്റ് ചെയ്യും, ഇവരോടൊക്കെ ഒരു സ്നേഹം ഉണ്ടാവും, ഇവരോടൊക്കെ ഒരു റിലേഷൻ ഉണ്ടാവും, ശത്രുതാ മനോഭാവം ഉണ്ടാവില്ല. അപ്പോൾ മനസ്സിൻ്റെ വികാസമാണ്. ആത്മോപമ്യേന സർവത്ര സമം പശ്യതി അർജുന. ഭഗവാൻ ഇവിടെ കോട്ട് ചെയ്ത് എഴുതി വെച്ചത് വേദങ്ങളിലെ ഒരു തത്വമാണ്. വേദങ്ങളൊരു തത്വം പറയും, എൻ്റെ കൈ വിരൽ വെച്ച് കഴിഞ്ഞാൽ കൈ മുറിക്കൂല, കണ്ണീരാവില്ല. വർത്താനം പറയുമ്പോൾ എൻ്റെ കവിള് എൻ്റെ നാക്കുകൊണ്ട് ഞാൻ കടിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എൻ്റെ നാക്ക് പല്ലുകൊണ്ട് കടിച്ചു കഴിഞ്ഞാൽ പല്ലും മുറിച്ച് കളയില്ല, നാക്കും മുറിക്കൂല. ഇതുപോലെ ഈ സമൂഹത്തിനോട് പെരുമാറുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ പ്രതീക്ഷിക്കുന്നതിന് വിപരീതമായി എൻ്റെ ഭർത്താവ് എന്നോട് പെരുമാറിയാൽ ഞാൻ ക്ഷമിക്കും. ഞാൻ ഉദ്ദേശിച്ച രീതിയിൽ എൻ്റെ മക്കൾ വളരുന്നില്ലെങ്കിൽ ഞാനതിനെ ആക്സെപ്റ്റ് ചെയ്യും. ഞാൻ ഉദ്ദേശിച്ച കിഴക്കേ തെങ്ങുള്ള പറമ്പ് എൻ്റെ അച്ഛൻ എനിക്ക് തന്നില്ല എങ്കിൽ ഞാനത് ആക്സെപ്റ്റ് ചെയ്യും. ഞാൻ ഉദ്ദേശിച്ച പോലെ എൻ്റെ അമ്മ 15 പവൻ എനിക്ക് തന്നില്ല, 1/2 ഗ്രാം കുറഞ്ഞു കഴിഞ്ഞാലും ഞാനത് ആക്സെപ്റ്റ് ചെയ്യും. അപ്പം എല്ലാത്തിനെയും ആക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു അറിവും കഴിവും വളർത്തിയെടുക്കാനാണ് കൃഷ്ണൻ പൂർണ്ണാവതാരമെടുത്ത് ഭഗവത്ഗീത നമ്മളെ പഠിപ്പിക്കുന്ന. എങ്കിൽ തിരുമേനി ഞാൻ പഠിക്കാം, ചേട്ടൻ മാത്രം പഠിച്ചിട്ട് കാര്യമില്ല, ചേട്ടൻ്റെ മകളെ പഠിപ്പിക്കുക, ചേട്ടാ പഠിപ്പിക്കാൻ തിരുമേനി, ഭാര്യയെ പഠിപ്പിക്കടോ, പഠിപ്പിക്കാം, മക്കളെ പഠിപ്പിക്കടോ, സോഷ്യൽ മീഡിയകളിലൂടെ എഴുതടോ ഭഗവത്ഗീതയെ കുറിച്ചിട്ട്. കാരണം ഇത് മാനവരാശിയെ വളർത്തുന്ന അപ്ലൈഡ് സയൻറ്റിഫിക്കാണ്. സർവസ്യ ചാഹം ഹൃദി സന്നിവിഷ്ടം, സർവസ്യ ച അഹം ഹൃദി സന്നിവിഷ്ടോ, എല്ലാവരുടെ ഹൃദയത്തിലും ഞാൻ നിൽക്കുന്ന ഹൃത്പുണ്ടരീകം പരമം വിശുദ്ധമായിട്ടുള്ള പരമചൈതന്യമാണ്. എല്ലാവരുടെയും ഹൃദയത്തിലാണ് ഞാൻ ഉള്ളത്. ഈശ്വര സർവഭൂത. ഭഗവാൻ എവിടെയായിട്ടുള്ളത്? ഹൃദയത്തിലാണ്. സർവചരാചരങ്ങളുടെയും ഹൃദയത്തിനകത്ത് സ്ഫുരിക്കുന്ന കോസ്മിക് എനർജിയാണ്. സർവചരാചരങ്ങളുള്ള നോൺ ബ്രേക്കബിൾ കോൺഷ്യസ്നെസ് ആണ് ഭഗവാൻ. സാന്ദ്രാനന്ദ അവബോധാത്മകമനുഭമിതം. നാരായണീയം തുടങ്ങുന്നത് തന്നെ അങ്ങനെയാണ്. സാന്ദ്രമായിട്ടുള്ള ഉറഞ്ഞുകൂടിയ പരമാനന്ദമായ ആ സച്ചിദാനന്ദമാണ്. അപ്പോൾ നമ്മുടെ ആധുനിക മനുഷ്യൻ്റെ ജീവിതം ഈ മൊബൈൽ തോണ്ടി നമ്മുടെ ചിന്താഗതി മൊബൈലിലൂടെയാണ്, നമ്മുടെ ഭാര്യ മൊബൈലിലൂടെയാണ്, വീഡിയോ ആണ്, മകള് മകൻ എല്ലാം നമുക്ക് മൊബൈലിലൂടെയാണ്. അതുപോലെ ആശാപാശ ശതൈർബന്ധ കാമക്രോധ പരായണ, ആശയാകുന്ന പാശ കൊണ്ട് മരണം വരെ നമ്മളെ തഴച്ചിടുകയാണ് ഈ സോഷ്യൽ മീഡിയ. അപ്പോഴോ ഈഹന്തേ കാമഭോഗാർത്ഥ അന്യായേനാർത്ഥ സഞ്ചയൻ. ഭഗവത്ഗീതയിൽ ഭഗവാൻ എഴുതി വെച്ചാൽ ഞാൻ പറയുകയല്ല. ഊഹന്തേ, നിനക്ക് അമിതാസക്തി, കാമഭോഗേഷു, കാമം അമിതമായ ലൈംഗികാസക്തി, പരസ്ത്രീ പീഡനവും പരസ്ത്രീ ബന്ധവുമാണ് നീ ആഗ്രഹിക്കുന്നത്. ആ കട്ടുമുട്ടിക്കാനും വെട്ടിപ്പിടിക്കാനും തട്ടിപ്പറിക്കാനും ബ്രൈവറി വാങ്ങിക്കാനും പിന്നെ ഡോവറി വാങ്ങിക്കാനുമുള്ള ആഗ്രഹത്തെയാണ് കാമഭോഗ അമിതഭോഗാസക്തി. പട്ടച്ചാരായം ബിവറേജ് കോർപ്പറേറ്റ് ശവം കുഴിച്ചിടേണ്ട ശവം തിന്നാനുള്ളത്. പിന്നെ അന്യായേനാർത്ഥ ചിന്തയേൽ,
5000 വർഷങ്ങൾക്ക് മുമ്പ് ഭഗവത്ഗീതയിൽ ഭഗവാൻ എഴുതി വച്ചിരിക്കുകയാണ്, അന്യായേന അർത്ഥചിന്തയിൽ അഭിഹിത മാർഗത്തിലുള്ള ധനസമ്പാദനത്തിനാണ് നിനക്കാഗ്രഹം. ഇതാണ് നിൻ്റെ ജീവിതത്തെ തകർക്കുന്നത്. ജീവിതഗന്ധിയായ ഭഗവത്ഗീത ജീവിതം എങ്ങനെ കൊണ്ടു നടക്കണം എന്നുള്ളതാണ് ഇതിൻ്റെ സബ്ജക്റ്റ്. അതുകൊണ്ട് ഞാനിത് പഠിച്ചു, അതുകൊണ്ട് നിങ്ങളിത് പഠിക്കണം. തസ്മാത്ത ഉത്തിഷ്ഠ യശോ ലഭസ്വ, നീ എഴുന്നേൽക്കൂ, നീ ഉയരൂ, നീ യശസ്സു നേടൂ. ജിത്വാവാൻ ശത്രുതാൻ, തസ്മാത്ത ഉത്തിഷ്ഠ യശോ ലഭസ്വ ജിത്വാ ശത്രുൻ മോക്ഷരാജ്യം സമൃദ്ധം. നിനക്ക് നേടാൻ സാധിക്കും നേട്ടങ്ങളുടെ, അകത്തും പുറത്തുമുള്ളൊരു നേട്ടങ്ങളുടെ ജീവിതം നീ കൊണ്ടു നടക്കണം. അധർമ്മത്തിനെതിരായി ധർമ്മയുദ്ധം ചെയ്യണം, അധർമ്മത്തിനെതിരായി യുദ്ധം ചെയ്യണം. തസ്മാത്ത ഉത്തിഷ്ഠ യശോ, നീ ആയുധമെടുത്ത് യുദ്ധം ചെയ്യണമെങ്കിൽ യുദ്ധം ചെയ്യൂ. ഇതാണ് ഗുരുവായൂർ തന്ത്രിയോട്, ഗുരുവായൂരപ്പൻ്റെ ഏറ്റവും പ്രധാനമാണല്ലോ തന്ത്രിയോട് ഇപ്പോൾ സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളത്. കഴിഞ്ഞ പ്രാവശ്യം തന്ത്രി പറഞ്ഞു, ഞാനാണ് സുപ്രീം കോടതി, ഇവിടെ ഉദയാസ്തമന പൂജയൊന്നും വേണ്ട, ഉദയാസ്തമന പൂജ മാറ്റിവെച്ചു, തിരക്കുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇതൊക്കെ നോക്കടോ തന്ത്രിയാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. മിനിഞ്ഞാന്ന് കഴിഞ്ഞ ആഴ്ച ആലപ്പുഴ ഒരു ആക്സിഡൻ്റ് ഉണ്ടായി. ഈ കല്യാണത്തിന് രാവിലെ പെയിൻ്റ് അടിക്കാൻ പോകണമല്ല, പെയിൻ്റ് അടിക്കാൻ പോകുമ്പോഴാണ് ശരണമയ്യപ്പ ആക്സിഡൻ്റ് ഉണ്ടായത്. ഇതും ചത്തിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. നേരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ICU യൂണിറ്റിൽ. ആ മുഹൂർത്തമാകുമ്പോൾ ആ കല്യാണം കഴിക്കുന്ന ചെറുക്കൻ പറഞ്ഞു, ICU യൂണിറ്റ് പോയിട്ട് തസ്മാത്ത ഉത്തിഷ്ഠ യശോ ലഭസ്വ ജിത്വാവാൻ മോക്ഷ, നീ കൃതനിശ്ചയമായ കാര്യം അതുപോലെ നടക്കട്ടെ എന്ന് ഭഗവത്ഗീത പറഞ്ഞത് അവൻ ഇംപ്ലിമെൻ്റ് ചെയ്തു. ICU യൂണിറ്റ് പോയിട്ട് താലി കെട്ടി. ICU യൂണിറ്റ് താലി കെട്ടാതിരുന്നു, ഇല്ല, ഈ താലി കെട്ടിയതുപോലെ ഉദയാസ്തമന പൂജ നടത്തണമായിരുന്നു. തന്ത്രി പറഞ്ഞു അത് പറ്റൂല, പറഞ്ഞു മാറ്റിവെച്ചു. സുപ്രീം കോടതി ഇപ്പോൾ പറഞ്ഞു തന്ത്രി ആയാലും ശരി ആരായാലും ശരി ആചാരാനുഷ്ഠാനങ്ങളിൽ ഒരു മാറ്റവും വരുത്തേണ്ട എന്ന്. ഇന്നിതാ അതിഗംഭീരമായി ഉദയാസ്തമന പൂജ 18 പൂജകൾ നടത്തുകയാണ്. കൃഷ്ണ നീ പറഞ്ഞതൊക്കെ ഞാനിതാ എന്തൊക്കെയോ പറയുന്നു. ഞാൻ പറയുന്നതൊക്കെ കൃഷ്ണ നിനക്കൊരർച്ചനയാണ്. ഞാൻ കഴിക്കുന്ന വെള്ളം കൃഷ്ണ അത് നിനക്കൊരർച്ചനയാണ്. യദശ്നാസി, ഞാൻ എന്ത് തിന്നുന്നുണ്ടാവും കൃഷ്ണ അത് നിനക്ക് അർച്ചയാണ്. കരോഷി യദശ്നാസി ജുഘോഷി, ഞാൻ ആർക്ക് എന്ത് കൊട്ടിക്കുന്നുണ്ടാവും കൃഷ്ണ അത് നിനക്ക് തരുന്നതാണ്. ഞാൻ ആരോട് എന്ത് മേടിക്കുന്നുണ്ടാവും കൃഷ്ണ അത് നിന്നോട് മേടിക്കുന്നതാണ്. കരോഷി യദശ്ന ജുഘോഷി തപസ്, ഞാൻ ഏത് എൻട്രൻസ് കോച്ചിങ്ങിനും, ഞാൻ ഏത് എൻട്രൻസ് പരീക്ഷയ്ക്കും, ഞാൻ എന്തിനും ജീവിതത്തിൽ ഏത് ബിസിനസ്സിലും അസോസിയേറ്റ് ചെയ്യുന്നത് കൃഷ്ണ നിന്നോടാണ് അസോസിയേറ്റ് ചെയ്യുന്നത്. ഇത് മക്കളെ പഠിപ്പിച്ചാൽ മതി കേട്ടാ. മക്കളെ ഏത് എൻട്രൻസ് എക്സാമിൽ പോയി കഴിഞ്ഞാലും കമ്പാരിറ്റീവ് അനലറ്റിക് അസസ്മെൻറ്റിൽ ഫസ്റ്റ് റാങ്കോടുകൂടി അവർ പാസ്സാവും. ഞാനിത് എൻ്റെ 2 മക്കളിൽ ഇംപ്ലിമെൻ്റ് ചെയ്ത് അവർ എൻട്രൻസ് പരീക്ഷയിൽ പാസ്സായി. അവരിന്ന് മോള് ഡോക്ടർ ആയതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. ഇതാണ് ഭഗവത്ഗീത പഠിപ്പിക്കുന്നത്. അപ്പോൾ നമുക്ക് സമയം അതിക്രമിച്ചിരിക്കുന്നു. ഇത് ജ്ഞാനവാക്യാനും ഗുഹ്യതരമായ വിമർശ്യതാശേഷേണ യഥേച്ഛസി തഥാ ഗുരു. എൻ്റെ അച്ഛൻ എന്നോട് പറയും, മോനെ മണികണ്ഠ, ഞാനിതാ പറയേണ്ടതൊക്കെ പറഞ്ഞു, ഇനി അച്ഛൻ പറയേണ്ടത് പറഞ്ഞു, ഇനി നീ നിൻ്റെ ഇഷ്ടം പോലെ വിട്ടു. അഭീഹി ഇത് വേദാന്ത ദിണ്ടിമാഹ, 4 വേദത്തിലും പറയുന്നു സർവത്ര സ്വതന്ത്രമായിട്ട് നിൽക്കുന്നത് ഒരേ ഒരു വിഭാഗമേ ഉള്ളൂ. അവൻ്റെ പേരാണ് സനാതന ഹൈന്ദവ ഹിന്ദു. അവൻ സർവത്ര സ്വതന്ത്രനാണ്. എൻ്റെ അച്ഛൻ എന്നോട് പറഞ്ഞു. അച്ഛൻ ഇതെന്നോട് പറയാൻ കാരണം അച്ഛൻ്റെ കഴിവല്ല, അച്ഛൻ ഭഗവത്ഗീത പഠിച്ചതുകൊണ്ടാണ്. ഭഗവത്ഗീതയിൽ കൃഷ്ണൻ പറഞ്ഞു, ഞാൻ പറയേണ്ടതൊക്കെ 700 ശ്ലോകങ്ങൾ പറഞ്ഞു. ഇതേ ജ്ഞാതമാഖ്യാനം ഗുഹ്യതരമയം വിമർശ്യതാശേഷാണ്. നീ ആക്സെപ്റ്റ് ചെയ്യേണ്ടതാ, ഈ ആക്സെപ്റ്റ് ചെയ്യാൻ മസിൽ പിടിക്കുന്നത് കൊണ്ടാണ് ഇന്നത്തെ ന്യൂജന് ഇടയ്ക്കിടയ്ക്കേ ഫാഷനായിട്ട് ഡൈവേഴ്സ് ചെയ്യുന്നത്. ഇത് ജ്ഞാതമാക്കിയാനും ഗുഹ്യതരമായ വിമർശ്യതശേഷാണ് യഥേച്ഛസി തഥാ ഗുരു. അർജുന, നീ നിൻ്റെ ഇഷ്ടം പോലെ എന്താണ് ചെയ്തോളാൻ. ഇവിടെയാണ് കൃഷ്ണൻ്റെയും ഭഗവത്ഗീതയുടെയും പ്രാതിനിധ്യം. 18-ാം അധ്യായമാവും. മോക്ഷസന്യാസ യോഗമുണ്ടാകും. മോക്ഷസന്യാസ യോഗ വെച്ചാൽ കാവി ഉടുത്ത് താടി മുടി വളർത്തി കുളിക്കാണ്ട് ഹിമാലയത്തേക്ക് പോകുന്ന അല്ല സന്യാസം. ജ്ഞാനം സന്യാസ ലക്ഷണം. ജ്ഞാനം
അറിവ്. ഭഗവത്ഗീത 700 ശ്ലോകങ്ങൾ പഠിക്കലാണ് സന്യാസം എന്നുള്ളതാണ് പറഞ്ഞത്. സർവസംഘ പരിത്യാഗം. എന്താണ് സന്യാസം? സർവസംഘ പരിത്യാഗം. ഈ സംഘം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ഈ ഭാര്യേനെ ഇങ്ങനെ ഒട്ടലാണ് സംഘം. ഈ ഭാര്യേനെ ഒട്ടിയത് ഇങ്ങോട്ട് വിട്ടേക്ക്, ഭർത്താവിനെ ഒട്ടിയത് ഇങ്ങോട്ട് വിട്ടേര്, മക്കളെ ഒട്ടിയത് ഇങ്ങോട്ട് വിട്ടേര്. അതെ, ഇപ്പം നല്ല ഗ്ലാമറുള്ള വെളുത്ത കൈയൊക്കെ കുറച്ചൊക്കെ ഇത് തൊണ്ടനാവും, കളവനാവും. ഇപ്പം നല്ല ഹാൻസമായിട്ടുള്ള താടി നരച്ച് പുളിച്ച് പല്ലൊക്കെ പൊഴിഞ്ഞു പോവും. ഇതാണ് സർവസംഘ പരിത്യാഗി. അപ്പം ഇപ്പം നമ്മൾ ഏതിനേടൊക്കെ ബോണ്ടേജ് ഉണ്ടോ, അമിതാസക്തി ഉണ്ടോ, ആ ബോണ്ടേജ് അങ്ങോട്ട് വിടണം, അത്രേ പറയുന്നുള്ളൂ ഭഗവാൻ. പിന്നെ അയ്യോ ഡൈവേഴ്സ് അല്ല, പിന്നെ ഒരു അസോസിയേഷൻ ഓൺലി. കൃഷ്ണൻ എന്താ പറയുന്നത്? അവരൊക്കെ ഇവിടെയൊക്കെ ഒരു അസോസിയേറ്റ് ചെയ്യ്. ഭാര്യയ്ക്ക് ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുക, കഴിഞ്ഞു പരിപാടി. മക്കൾക്ക് ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുക, കഴിഞ്ഞു പരിപാടി. അച്ഛന് ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുക, ഒക്കെ ആ ഹലോ നിതീഷ് ചൈതന്യജി ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുക. അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു ബോണ്ടേജിനും പോണ്ട. അങ്ങനെ ഒരു സോഫ്റ്റ്വെയർ വളർത്തിയെടുത്തു കഴിഞ്ഞാൽ ശരീരത്തിനോട് നമുക്ക് ബോണ്ടേജ് ഇല്ല. അപ്പോൾ നാളെ ശരീരത്തിന് ക്യാൻസറാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രമണ മഹർഷി പറഞ്ഞാൽ ഓപ്പറേഷൻ ചെയ്തോ, ഹാർട്ട് അറ്റാക്ക് ബൈപ്പാസ് ചെയ്തോ, എന്തിനേയും അഭിമുഖീകരിക്കാനുള്ള മനക്കരുത്തുള്ള ഒരു വ്യക്തിത്വത്തിനുടമയാക്കി വളർത്തുകയാണ് ഭഗവത്ഗീതയുടെ ലക്ഷ്യം. 18-ാം അധ്യായത്തിൽ അവസാനിപ്പിക്കുകയാണ് ഭഗവാൻ. സർവധർമാൻ പരിത്യജ്യ മാമേക ശരണം വ്രജ അഹം ത്വാ സർവപാപേഭ്യോ മോക്ഷയിഷ്യാമി മാ ശുച. ഭഗവത്ഗീതയ്ക്ക് ഒന്നേ പറയാനുള്ളൂ, ആരും ദുഃഖിക്കരുത്. മാനവരാശിയോട് പറയുകയാണ് കൃഷ്ണൻ, ആരും ദുഃഖിക്കാതിരിക്കണം. അപ്പം കറണ്ട് ഇല്ല എന്ന് പറഞ്ഞു, അവിടെ കറണ്ട് ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? പ്രകാശമുണ്ട്. ഇരുട്ടില്ല എന്ന് പറഞ്ഞാൽ പ്രകാശമുണ്ട്. ദുഃഖിക്കരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർവധർമ്മം പരിത്യജ്യ മാമേക ശരണം വ്രജ അഹം ത്വാ സർവപാപേഭ്യോ മോക്ഷയിഷ്യാമി. ആരും ദുഃഖിക്കരുത്, എല്ലാവരും സന്തോഷപ്രദമായി ജീവിക്കാനാണ് ഭഗവാൻ പറഞ്ഞിരിക്കുന്നത്. ഭഗവാൻ ടാറ്റ പറഞ്ഞ് പോവുകയല്ല, ഭഗവത്ഗീത ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ട രീതിയെക്കുറിച്ച് പറയുകയാണ്. അതിന് ഏകശ്ലോകി ഗീത എന്ന് പറയും. ആ ഗുരുവായൂരപ്പൻ പരമപ്രേമസ്വരൂപനായ കൃഷ്ണൻ നമ്മളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് മേ പ്രിയോ അസി, മേ പ്രിയോ അസി. ഭഗവത്ഗീത പഠിച്ചപ്പോൾ ഒരു ദിവസം ഗുരുവായൂർ പോയപ്പോൾ ഞാനും തന്നിനും വർത്തമാൻ പറഞ്ഞുകൊണ്ട് കൃഷ്ണൻ അവിടെ വന്നിരുന്നു, മണികണ്ഠ ചേട്ടാ എന്താ കൃഷ്ണ മേ പ്രിയോ അസി എന്ന് പറഞ്ഞ ഒരു സൈറ്റ് അടിച്ചിട്ട് അങ്ങ് പോയി. എനിക്കതിൻ്റെ അർത്ഥം കൃത്യമായിട്ട് ഞാൻ തന്ത്രി അദ്ദേഹത്തോട് ചോദിച്ചു, ഭഗവാനെ എന്താ ഇതിൻ്റെ അർത്ഥം? മേ പ്രിയോസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലീഷ് പറഞ്ഞു തരാം, ഐ ലവ് യു എന്ന്. സൈറ്റ് അടിച്ചു കഴിഞ്ഞാൽ ഐ ലവ് യു എന്ന് ഭഗവാൻ ഇങ്ങനെ എന്നോട് കാണിച്ചു. അതിൻ്റെ അർത്ഥം എന്താണ്? ഐ ലവ് യു എന്ന്. അപ്പോൾ എനിക്ക് സന്തോഷമായി. കാരണം മണികണ്ഠ നീ എന്ത് പഠിച്ചു? ഞാൻ എഴുതിയ ഭഗവത്ഗീത നീ പഠിച്ചു, നീ ഇത് നാലാളോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. മേ പ്രിയോ അസി ഭഗവത്ഗീതയിൽ ഭഗവാൻ റിട്ടേൺ ആയിട്ട് എഴുതി വയ്ക്കുകയാണ് മാ ശുച. അപ്പോൾ ഭഗവത്ഗീത നമുക്ക് തുടർന്നും പഠിക്കണം, ജീവിതത്തിൽ ഇംപ്ലിമെൻ്റ് ചെയ്യണം. അതിനെന്താ ചെയ്യുന്നത്? എത്ര യോഗേശ്വര കൃഷ്ണോ എത്ര പാർത്ഥോ ധനുർധര തത്ര ശ്രീർ വിജയീഭൂത ധ്രുവ നീതിർമതിർമമ ധ്രുവ നീതിർമതിർമവ. ആധുനിക മനുഷ്യൻ്റെ മുഖത്ത് നോക്കി കൃഷ്ണൻ പറയുന്നത്, ആധുനിക മനുഷ്യർക്ക് എല്ലാവർക്കും ഉള്ളൊരു പരാതിയാണ്, എനിക്ക് നീതി ലഭിച്ചില്ല. ആ കിഴക്കേ പറമ്പാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഞാൻ മൂത്ത മകനല്ലേ, അച്ഛൻ എനിക്ക് പടിഞ്ഞാറ് കുണ്ടുകുളമുള്ള സ്ഥലമാണ് തന്നത്, എനിക്ക് അച്ഛന് നീതി തന്നില്ല. അമ്മ എനിക്ക് ജനിച്ച് 3-ാമത്തെ ദിവസം നല്ലോണം അമ്മിഞ്ഞപ്പാൽ തന്നില്ല, അമ്മ എന്നോട് നീതി പുലർത്തിയില്ല. മോഡി ഗവൺമെൻറ് എനിക്ക് വെറുതെ 1 കോടി രൂപ തന്നിട്ടില്ല, അപ്പോൾ മോഡി നീതി എനിക്ക് തന്നില്ല. സുപ്രീം കോടതിയിൽ ഞാൻ കേസ് കൊടുക്കുകയായി മറ്റേ രാമൻ നായർക്കെതിരായിട്ട്. അവിടെ ഭഗവാൻ പറയുന്നതെന്ന് എത്ര യോഗേശ്വരൻ സർവ്വയോഗങ്ങളുടെയും, അത് അവൻ്റെ യോഗാന്ന് പറയില്ല, ആക്സിഡൻറ്റ് പറ്റി വരിക്കുമ്പോൾ സർവ്വയോഗങ്ങളുടെയും അധിപനായ ഞാനും എത്ര യോഗേശ്വര കൃഷ്ണോ എത്ര പാർത്ഥോ ധനുർധര. വില്ലെടുത്തിട്ടുള്ള അർജുനനാണ്. കർമ്മയോഗിയായിരിക്കുന്ന അർജുനനും കൂട്ടത്തിലുണ്ടെങ്കിൽ കൃഷ്ണനും അർജുനനും കൂട്ടത്തിലുണ്ടെങ്കിൽ മനസ്സുഖവും ശരീരസുഖവും കായസുഖവും ഒരുപോലെ ഇംപ്ലിമെൻ്റ് ചെയ്തു കഴിഞ്ഞാലും മാത്രമാണ് തത്രശ്രീ വിജയഭൂത, അവിടെയാണ് വിജയം. അല്ലാണ്ട് ഗുരുവായൂരപ്പൻ എല്ലാം തരുന്നു പറഞ്ഞാൽ ഒന്നും കിട്ടൂല. ഞാൻ പണിയെടുത്താൽ എനിക്ക് ശമ്പളം കിട്ടും. അപ്പം
ആ ആറ്റിറ്റ്യൂഡാണ് എത്ര യോഗേശ്വരനായ കൃഷ്ണനും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹവും എത്ര അതാണ് ഗുരുവായൂർ തൊഴുതിട്ടുള്ള ആൾക്കാർ നിർബന്ധമായും പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ പോയി പാർത്ഥസാരഥിയായ കൃഷ്ണനെ തൊഴണം. കാരണം എന്താണ്? പരമാർത്ഥജ്ഞാനിയായി എൻ്റെ ബുദ്ധിയിൽ, എൻ്റെ ബോധത്തിൽ, എൻ്റെ ചിന്തകളിൽ എൻ്റെ മനസ്സിനെ നിയന്ത്രിക്കണം കൃഷ്ണ. എങ്കിൽ മാത്രമേ എൻ്റെ ജീവിതത്തിൽ വിജയം ഉണ്ടാവുള്ളൂ. ഇത് കേൾക്കുന്ന നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ എല്ലാ വിജയം ഉണ്ടാവട്ടെ. ഭഗവത്ഗീത എല്ലാവരും പഠിക്കണം. ഭാര്യയെ പഠിപ്പിക്കണം, മക്കളെ പഠിപ്പിക്കണം, കുടുംബാംഗങ്ങളെ പഠിപ്പിക്കണം. കാരണം ഇത് ലൈഫ് മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിളാണ്. ഞാൻ ജീവിതമാകുന്ന മധു, ഓരോ നിമിഷവും ഓരോ ബ്രീത്ത് ഞാൻ ഐസ്ക്രീം നക്കി തുണയുന്ന പോലെ, അമ്പലപ്പുഴ പാൽപ്പായസം കുടിക്കുന്നത് പോലെ, അയ്യപ്പസ്വാമിയുടെ അരവണത് കഴിക്കുന്നത് പോലെ, ഗുരുവായൂരപ്പൻ്റെ പാൽപ്പായസം കുടിക്കുന്നത് പോലെ ഞാൻ എൻ്റെ ജീവിതം ആസ്വദിച്ച് കൊണ്ടു നടക്കുന്നു. ഞാൻ എൻ്റെ ഭാര്യയെ ആസ്വദിക്കുന്നു, ഞാൻ എൻ്റെ മക്കളെ ആസ്വദിക്കുന്നു, ഞാൻ എൻ്റെ അച്ഛനെ ആസ്വദിക്കുന്നു, ഞാൻ എൻ്റെ മക്കളെ ആസ്വദിക്കുന്നു, ഞാൻ എൻ്റെ അമ്മയെ ആസ്വദിക്കുന്നു, ഞാൻ എൻ്റെ രാഷ്ട്രത്തെ ആസ്വദിക്കുന്നു, ഞാൻ എൻ്റെ മുഖ്യമന്ത്രിയെയും, ഞാൻ എൻ്റെ മന്ത്രിമാരെയും, ഞാൻ എൻ്റെ പ്രധാനമന്ത്രിയെയും, ഞാൻ എൻ്റെ 25 പ്രധാനമന്ത്രിയെയും, രാഷ്ട്രം ധാരയിതേ ധ്രുവം, ലോകത്തിലെ നമ്പർ 3 പവർഫുള്ളായിട്ടുള്ള എക്കണോമിക് ബാക്ക്ഗ്രൗണ്ടായിട്ട് എൻ്റെ രാഷ്ട്രം ഉയർന്നു, അതിനെയും ഞാൻ ആക്സെപ്റ്റ് ചെയ്തു, സ്നേഹിക്കുന്നു. അപ്പോൾ ഈ മാനസികാവസ്ഥയിലേക്ക് എന്നെ ഉയർത്തുന്നത് ഈ ഭഗവത്ഗീതയാണ്. അപ്പോൾ എന്തു വന്നാലും എനിക്ക് ആസ്വദിക്കണം മുന്തിരി ചാറു പോലുള്ള ജീവിതം എന്ന് ഏതോ ഒരു കവി പാടിയത് ഭഗവത്ഗീത എന്നത്. ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. ഇത്രയേ ഉള്ളൂ. ഇതിനകത്താണ് ഹൃദയം. ഈ ഹൃദയത്തിന് വികസിപ്പിക്കാനുള്ള ഈ ശാസ്ത്രം നിങ്ങൾ പഠിക്കണം, മക്കളെ പഠിപ്പിക്കണം, വരും തലമുറയെ പഠിപ്പിക്കണം, എല്ലാവരെയും പഠിപ്പിക്കണം. ഇതിന് പഠിച്ചെങ്കിൽ മാത്രമേ, കാരണം എത്ര യോഗേശ്വര കൃഷ്ണോ തത്ര പാർത്ഥോ ധനുർധര, ചെയ്യേണ്ട കർമ്മം അവനവൻ്റെ കർമ്മം ചെയ്ത് കർമ്മത്തിൽ നിപുണന്മാരായി അകത്തും പുറത്തും ഒരുപോലെ സമ്പന്നരാവണം. അതിന് നമുക്ക് ഭാഷ്യം തന്ന് അനുഗ്രഹിച്ച ശങ്കരാചാര്യരെ അനുഗ്രഹിക്കട്ടെ. അതിന് ഭഗവത്ഗീത എന്ന പേരിൻ്റെ കൂട്ടത്തിൽ തന്നെ ഉള്ള വാലാണ് ചിന്മയാനന്ദ മഹാരാജ്, അസ്മദാചാര്യ, എൻ്റെ ഗുരുവിൻ്റെ ഗുരുവായ ചിന്മയാനന്ദ മഹാരാജ്. അപ്പോൾ എൻ്റെ പൂജനീയ ഗുരുദേവൻ്റെ അനുഗ്രഹം കൊണ്ട്, എൻ്റെ അച്ഛൻ്റെ അനുഗ്രഹം കൊണ്ട്, എൻ്റെ അമ്മയുടെ അനുഗ്രഹം കൊണ്ട്, ശങ്കരാചാര്യരുടെ അനുഗ്രഹം കൊണ്ട്, ജഗതീശ്വരനായ പരമേശ്വരനായ ഗുരുവായൂരപ്പൻ എന്നോട് പറഞ്ഞു. ഞാനിത് നിങ്ങളോട് പറയുന്നു. നിങ്ങളിത് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ എഴുതണം. ഒപ്പം ഇത് ഷെയർ ചെയ്ത് എല്ലാവരിലും എത്തിക്കണം. നിങ്ങൾക്കെല്ലാവർക്കും ഗുരുവായൂർ ഏകാദശി ആശംസകൾ, ഭഗവത്ഗീത ജയന്തി ആശംസകൾ. കൃഷ്ണം വന്ദേ ജഗദ്ഗുരും. സ്വാമിയെ ശരണമയ്യപ്പ.